ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം വിഷ്ണും ബദനം മൃത്യോമിത്യന്മാമികം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ് പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ പറ്റിനാശ നരസിംഹ ഭഗവാൻ की जय प्रतापलाल महाराज की जय गुरुदेव महाराज की जय शिला प्रभुपाद की जय गरुड़प्रमानंदे हरि हरि बोल ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ മാഹിരാധ മാതാജി, ഹരേ കൃഷ്ണ സൗദ മാതാജി. കുറെ നാളിന് ശേഷം ഇപ്പോൾ വീണ്ടും കാണുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ ഭാരതി മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം വീണ്ടും. അപ്പം നമ്മള് ഇപ്പൊ ഇത് രാമായണ മാസമൊക്കെയാണ്. എല്ലാവരും വീട്ടിലൊക്കെ രാമായണം വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ഈ മാസത്തിൽ വായിക്കാം ഇങ്ങനെ ഗ്രൂപ്പിൽ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയാണ്. അപ്പം അതിനകത്ത് കയറിയ ആൾക്കാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, അവർക്ക് എല്ലാ ദിവസവും വായിക്കണം എന്ന് പറഞ്ഞ്. കാര്യം ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങുന്ന സമയമാകും നാട്ടില്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം വന്ന് നോക്കിയപ്പോൾ കുറച്ച് പേര് വന്ന് അവർക്ക് എല്ലാ ദിവസവും വേണമെന്ന് നിർബന്ധം. അങ്ങനെ ഇപ്പോൾ നമ്മള് എല്ലാ ദിവസവും രാമായണം, വെള്ളിയാഴ്ച ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാമായണ പാരായണം തുടങ്ങി. അപ്പൊ അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടിലത്തെ 9:15 മുതൽ 10:15 വരെയുള്ള സമയത്താണ്, വെള്ളിയാഴ്ച ഒഴിച്ച്. വെള്ളിയാഴ്ച ഭഗവത്ഗീത ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പൊ അതില് എല്ലാവരും അറിഞ്ഞു കാണണം. സമയമുള്ളവരൊക്കെ പങ്കെടുക്കാൻ. നമ്മൾ ആ രാമായണത്തിലെ ഒരു ചെറിയ ചെറിയ പോർഷൻ വായിച്ചിട്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിച്ചിട്ട് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് അതിനകത്തെ സന്ദർഭവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നും ഒക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാണ് പോകുന്നത്. ഇപ്പം 2-3 എന്താ മാതാജി? ഈ ലിങ്കിൽ അല്ല, ഞാൻ വേറെ ലിങ്ക് എല്ലാ ദിവസവും അയക്കാറുണ്ട്. അത് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. ഗൂഗിൾ മീറ്റ്, സൂം അല്ല, ഗൂഗിൾ മീറ്റ് ആണ്. എല്ലാ ദിവസവും ഞാൻ റെക്കോർഡ് ഓപ്ഷൻ വേണ്ടാത്തത് കൊണ്ട് അതിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് സമയമുള്ളവരൊക്കെ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ ഗീത മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ രമ മാതാജി. അപ്പൊ അങ്ങനെ അത് ഈ രാമായണ മാസമായിട്ട് പറ്റുന്നവർക്കൊക്കെ, ആള് കൂടുതലുള്ള കാരണം ചിലപ്പോൾ നമുക്കൊരു ചെറിയ സമയം കിട്ടത്തുള്ളൂ. 1 മണിക്കൂർ കൃത്യമേ ഉള്ളൂ, വളരെ ചെറിയ സമയമേ ഉള്ളൂ. പക്ഷെ അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയാണ് പോകുന്നത്. അങ്ങനെയാണ് വായിക്കുന്നത്. സമയമുള്ളവർ മാത്രം മതി കേട്ടോ, എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ, ഉറങ്ങുന്ന സമയമൊക്കെ 9:15 എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് ജസ്റ്റ് കാലും മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി. അപ്പൊ അത്ര ഒന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയാമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. ഫാമിലി നാട്ടിലാണ്, അത് കാരണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി പറ്റുന്നവര് അത് അവസരം വിനിയോഗിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് മാലിനി മാതാജി ഭഗവത്ഗീത ഓവർവ്യൂ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഭഗവത്ഗീതയുടെ ഇൻട്രഡക്ഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിലെ കാര്യങ്ങൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ചെറിയൊരു റിവിഷൻ എടുത്തിട്ട് പോകാം. കാര്യം ഇന്നത്തെ ശ്ലോകം 2 നമ്മൾ എടുക്കാവുന്ന വളരെ ചെറുതാണ്. പിന്നെ 1 മണിക്കൂർ ആകുമ്പോൾ കൃത്യം ഒന്ന് അലാറം ചെയ്തേക്കണം. നിർത്താനായിട്ട് എന്നോട് പറയണം. ഞാൻ ചിലപ്പോൾ അറിയില്ല, ഞാൻ അങ്ങ് പോകും. കാര്യം വേറെ മാതാജിമാർക്ക് വേറെ ക്ലാസ് ഉണ്ട്, വീട്ടിൽ പണിയുണ്ട്, രാമായണം വായിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീണ്ടു പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നീണ്ടുപോയത് അതൊരു ഇൻട്രഡക്ഷനും എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇനി അതുപോലെ ഏതെങ്കിലും കാരണവശാൽ 1 മണിക്കൂറിന് നിർത്തി, പിന്നെ അരമണിക്കൂർ ഡിസ്കഷനും അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ 1.5 മണിക്കൂറിന് കൃത്യമായിട്ട്
നിർത്താവുന്ന രീതിയിലാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ലാതെ വിരുദ്ധമായിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് അല്ലാം ചെയ്തേക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു ഭഗവത്ഗീത അവിടെ ഒരു ഡിവിഷൻ കണ്ടിരുന്നു. ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാനപ്പോൾ ഒരു 3-4 ചോദ്യം ചോദിക്കുവാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായ കാര്യം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നോത്തരി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു റിവിഷനോട് കൂടി എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞു. ഭഗവത്ഗീത മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്താണ് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ? ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്ത് ഒരു എന്താണ് മാതാജി പറഞ്ഞോളൂ. ഒരു കൃഷ്ണഭക്ത ഒരു ഗുരുമുഖത്ത് നിന്ന് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഇതുവരെ വന്നില്ല. ഭക്തി, നമ്മള് ഭഗവാനോടുള്ള ഭക്തി വേണം. വേണം പഠിക്കാൻ. അതായത് നമ്മൾക്ക് എന്താണ് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. അതായത് നമുക്ക് അതില് വ്യതിചലിക്കാൻ പാടില്ല. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ഒരു അറിവ് നമ്മളുടെ മനസ്സിൽ, ആ ഒരു വിശ്വാസം നമ്മളിൽ തികച്ചും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഭഗവത്ഗീത മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാകൂ. പിന്നെ എന്താണ് സച്ചിദാനന്ദ വിഗ്രഹ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ശരിയായിട്ടുള്ള അടിയുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരും അർജുനന്റെ ഭാവത്തിൽ ഇരിക്കണം, അല്ലേ? നമുക്കിതെല്ലാം അറിയാവുന്നുള്ള ഭാവത്തിലല്ല ഇരിക്കേണ്ടത്. അതായത് നമ്മളെല്ലാവരും ഈ ഭഗവത്ഗീത പഠിക്കാനായിട്ട് ആ ഒരു യോഗ്യത വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ ആ ഒരു ഭാവത്തിൽ ഈ ചോദിച്ച് മനസ്സിലാക്കുക, സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു അർജുനന്റെ ഒരു ലെവലിലേക്ക് എത്തണം. പിന്നെ അടുത്തത് എന്താണ്? ഇത് ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്ന പുസ്തകം അതല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം എഴുതിയ ആള് എന്തായിരിക്കണം? ഈ ഗുരുപരമ്പര വഴി കിട്ടിയ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ജ്ഞാനം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഗുരുപരമ്പരയിൽ നിന്ന് വന്ന ഒരാള് എഴുതിയ ഒരു വ്യാഖ്യാനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ, ഈ ഗുരുപരമ്പരയിൽപ്പെട്ട ഒരാൾ നമുക്കിത് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് എന്താണ്? ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസം. പിന്നെ 2 ബോധമുണ്ടായിരിക്കണം. പിന്നെ ഭഗവത് സേവനമാണ് ധർമ്മം. ഗുരുപരമ്പരയിലൂടെ വന്ന ആചാര്യനിൽ നിന്ന് കിട്ടിയ ആ ഒരു വിദ്യ അതേപടി നമുക്ക് കിട്ടണം, അല്ലെ? അതേപടി ആ ആചാര്യ ശൃംഖലയിൽ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? അർജുനന്റെ ഭാവം വേണം. അർജുനന്റെ ഭാവം വേണം. അതായത് നമ്മള് ചോദ്യം ചോദിച്ച് നമ്മളെല്ലാം അറിയാവുന്ന ആ ഒരു രീതിയിലായിരിക്കരുത്. നമ്മളെല്ലാം എന്താ പഠിക്കാനായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കണം, അല്ലെ? അർജുനന് ആ ഒരു ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഡിസൈപ്പിൾ ഭാവത്തിലിരിക്കണം നമ്മള്. അല്ലാതെ നമ്മള് അധ്യാപകരായിട്ടുള്ള ഭാവത്തിലല്ല ഇരിക്കേണ്ടത്. നമ്മള് ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഭാവത്തിൽ ഇരിക്കണം. നമ്മളാണ് എന്താണ് പഠിക്കാനിരിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മള് പഠിപ്പിക്കുന്നവരാണെന്നുള്ള ഭാവത്തിൽ ഇരിക്കരുത്. എനിക്കിതെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മനസ്സിലാകില്ല. നമ്മൾ എത്ര തവണ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും യുഗാന്തരങ്ങളോട് ഇതിന്റെ പ്രസക്തിക്ക് യാതൊരു കുറവുമില്ല. എപ്പോഴും ഇത് എവർ ഫ്രഷ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഭഗവത്ഗീത. പിന്നെ അടുത്തത്, ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് പറഞ്ഞിട്ടുള്ള എത്ര ശ്ലോകങ്ങളാണ്? എല്ലാവരും ഒന്ന് കൈ പൊക്കുക, അതറിയാവുന്നവര്. എത്രയാണ്? 574. ധൃതരാഷ്ട്രർ പറഞ്ഞ എത്ര ശ്ലോകം ഉണ്ട്? ഏതാണ്? കാണാതെ അറിയാവുന്നവർ ഹരിബോൾ. അപ്പൊ അത് എല്ലാവർക്കും അറിയാമായിരുന്നു. സഞ്ജയൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളാ ഉള്ളത്? 41.
41. പിന്നെ അർജുനൻ പറഞ്ഞ ശ്ലോകങ്ങളോ 84. 84. 84. പിന്നെ ഈ ഭഗവത്ഗീതയുടെ സന്ദർഭം എന്തായിരുന്നു? ഭഗവത്ഗീതയുടെ ഇത് ഉപദേശിക്കാനുള്ള സന്ദർഭം ഇത് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? കുരുക്ഷേത്രത്തിൽ വെച്ചു. അത് ഏത് സാഹചര്യത്തിലാണ് ഇത് ഭഗവത്ഗീത ഉപദേശിക്കാനായിട്ടുള്ള കാരണം? കുരുക്ഷേത്ര യുദ്ധത്തിലെ സംഘർഷഭരിതമായ സമയത്ത് അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തു. അതായത് ഈ യുദ്ധക്കളത്തിൽ എന്താണ് ഈ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആചാര്യന്മാരെയും ഒക്കെ ഞാൻ വധിക്കേണ്ടി വരുമോ, ഇവരെയൊക്കെ ആണോ ഞാൻ എതിരിടേണ്ടത് എന്ന് ഉള്ള ആ ഒരു സന്ദർഭത്തിൽ അർജുനൻ തളർന്ന് ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഭഗവാനായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇത് ശരിക്കും ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ. ഭീഷ്മപർവ്വം എത്രാമത്തെ പർവ്വമാണത്? 6ാമത്തെ പർവ്വം. 6ാമത്തെ പർവ്വം. അതിലെ ഏത് ചാപ്റ്ററാണ്? 25 മുതൽ 42 വരെയുള്ള ശ്ലോകം. 25 മുതൽ 42 വരെയുള്ള ആ ഒരു 200 ശ്ലോകങ്ങളാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ആ 700 ശ്ലോകങ്ങളിലെ എത്ര അധ്യായമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിന്? 18 അധ്യായം. ആ 18 അധ്യായങ്ങളുടെ പേര് അറിയാവുന്നവരൊന്ന് പറയാമോ? അർജുന വിഷാദ യോഗം, ഗീതാ വിഷയ സംഗ്രഹം, കർമ്മയോഗം, അതീന്ദ്രിയയോഗം. അത് രണ്ടിലും രണ്ടല്ലേ നമ്മുടെ കർമ്മബോധം, കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം. അതെ. ജ്ഞാനയോഗം, വിജ്ഞാനയോഗം, പരമപദപ്രാപ്തി, പിന്നെ വിദ്യ രാജഗുഹ്യ യോഗം, പിന്നെ വിഭൂതി യോഗം, വിശ്വരൂപം, 12 ഭക്തിയോഗം, പ്രകൃതി പുരുഷക്ഷേത്രം, 13 പ്രകൃതി പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ക്ഷേത്രജ്ഞൻ, പിന്നെ പ്രകൃതി പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ത്രിഗുണങ്ങൾ 14. പിന്നെ ദേവാസുര ഭാവങ്ങൾ വായിച്ചോ? 15 പുരുഷോത്തമ യോഗം, 16 ദേവാസുര ഭാവങ്ങൾ, അതെ, 17 ശ്രദ്ധാ വിഭാഗങ്ങൾ, 18 സന്യാസത്തിന്റെ പരിപൂർണത, അങ്ങനെ 18 അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ട് ആചാര്യന്മാര് തിരിച്ചിരിക്കുന്നതാണ്. ഭഗവാൻ ഇത് ഏകദേശം എത്ര സമയം എടുത്തിട്ടാണ് ഇത് പറഞ്ഞത്? അർജുനന് ഉപദേശിച്ചു കൊടുത്തത് 45 മിനിറ്റ്. ഏകദേശം 45 മിനിറ്റ് കൊണ്ടാണ്. പക്ഷെ നമ്മളത് 45 യുഗം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഭഗവത്ഗീത നമുക്ക് നേരെ ചൊവ്വേ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പിന്നെ അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ശരിക്കും ഒറിജിനലി ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ഈ മഹാഭാരതം ആരാണ് ഉപദേശിച്ചു കൊടുത്തത്? വ്യാസദേവൻ ഗണപതിക്ക്. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടീഷൻ? പിന്നെ ഇടതടവില്ലാതെ വേഗത്തിൽ പറയുമ്പോ പിന്നെ തെറ്റുകൂടാതെ പറയാൻ. അതെ അല്ലെ? അപ്പൊ അങ്ങനെ ആ വ്യാസ ഭഗവാനായിട്ട് ഗണപതി ഭഗവാനായിട്ട് എഴുതപ്പെട്ട ഈ മഹാഭാരതത്തിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിലപ്പെട്ടിട്ടുള്ള ഭാഗമാണ് ഈ 700 ശ്ലോകങ്ങൾ. ആ 700 ശ്ലോകങ്ങൾ അതിന്റെ സന്ദർഭം നമ്മൾ കാണുന്നത് ധൃതരാഷ്ട്ര ചോദിക്കുമ്പോൾ സഞ്ജയൻ കൊടുത്തിരിക്കുന്ന മറുപടി ആയിട്ടാണ്. സഞ്ജയൻ ആരാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ സുഹൃത്തും വ്യാസ മഹർഷിയുടെ ശിഷ്യനുമാണ്. അവ സഞ്ജയന്റെ സഞ്ജയന്റെ ഇങ്ങനെ അദ്ദേഹത്തിന് എന്താണ് കഴിവ്? പിന്നെ പിന്നെ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാനുള്ള കഴിവ് ദിവ്യദൃഷ്ടി വ്യാസമഹർഷിയുടെ കരുണയാൽ കിട്ടിയ അനുഗ്രഹമാണ്. ദിവ്യ ദൃഷ്ടി കൊടുത്തു. പിന്നെ എന്താണ് ഈ കുരുക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? കുരുക്ഷേത്രം പിന്നെ കുരുവൻ മഹാരാജാവിന്റെ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വളരെയധികം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയ്ക്കും പഞ്ചാബിനും ബോർഡറിൽ.
ബോർഡർ ആണ്. അത് കുരു എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്നത് കൊണ്ടാണ്. രാജാ അപ്പൊ അദ്ദേഹം ആ എന്താണ് അദ്ദേഹം ധാരാളം ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നടത്തിയിരുന്നു. 8 യോഗ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്തൊക്കെയായിരുന്നു ആ യോഗ്യത? 8 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തപസ്, സത്യം, ദയ, ധാന്യം, ആ, ബ്രഹ്മചര്യം, ഉം. ദാനം, ക്ഷമ, 6 ആയുള്ളൂ. ബ്രഹ്മചര്യം. ശുദ്ധതാ യജ്ഞം. അപ്പം ഇതിൽ ഇവയെല്ലാം അത് ആര് പ്രസന്നനായി? ഇദ്ദേഹത്തിന്റെ ഈ ഇത് ഇവയെല്ലാം ചെയ്യുന്ന കൃത്യമായി നടക്കുന്നത് കണ്ട് ഭഗവാൻ പ്രസന്നനാവുകയും 2 വരങ്ങൾ അവിടെ നൽകുകയും ചെയ്തു. ഭഗവാൻ ആ അവിടെ 2 വന്നു. വരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗുരുരാജാവിന്റെ പേരിൽ തന്നെ അവിടെ അറിയപ്പെടുമെന്നും അവിടെ വെച്ച് ആര് മരിച്ചാലും അവർക്ക് മോക്ഷം ലഭിക്കുമെന്നും ഭഗവാൻ അരുൾ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ ധർമ്മക്ഷേത്രം. ആദ്യത്തെ ശ്ലോകം തന്നെ അങ്ങനെ വന്നത്. അതായത് ധർമ്മക്ഷേത്രത്തിൽ ആര് അവിടെ വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ അവര് തെരഞ്ഞെടുക്കുന്നത്. അവിടെ വെച്ച് ആര് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷമാണ്, അല്ലെ? ഭഗവാൻ കൊടുത്തിരിക്കുന്ന വരാണ്. അപ്പൊ അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മള് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ശ്ലോകങ്ങൾ തിരിച്ചിരിക്കുന്ന നമ്മൾ പറഞ്ഞു. അപ്പം ഭഗവത്ഗീത ഗീതോപനിഷത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? ഗീതോപനിഷത്ത്. അപ്പൊ അതില് നമ്മള് ശങ്കരാചാര്യരുടെ ആ ഒരു ശ്ലോകം നമ്മള് മനസ്സിലാക്കിയിരുന്നു. ഏതായിരുന്നു ആ ശ്ലോകം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ 4-ാമത്തെ ശ്ലോകം. ഗീത സുവിധ കർത്തവ്യ കിമൻ ശാസ്ത്രം മറന്നുപോയത്. ഒന്ന് ഏകോ ശാസ്ത്രം ദേവകീ പുത്രദേവം ഏകോ മന്ത്രം പുത്രമേവം ഏകോ ദേവ ഏകോ ദേവൻ ദേവകീ പുത്രദേവ ഏകോ മന്ത്രം തസ്യ യാമാനി യാനി നാമാനി കർമാഭേക്യം തസ്യ ദേവസ്യ സേവ. തസ്യ ദേവസ്യ സേവ. അതായത് നമ്മൾ ഒരേ ഒരു മന്ത്രമാണുള്ളത്. അത് ദേവകിയുടെ ഹരേ പുത്രൻ കൃഷ്ണ. എന്നെ പറ്റിയുള്ള മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഒരേ ഒരു ദേവനെ ഉള്ളത്, ദേവികയുടെ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. അതായത് ദേവികയുടെ പുത്രന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പാട്ട്, അതായത് ഭഗവത്ഗീത. പിന്നെ ഒരേ ഒരു സേവകൾ നമുക്ക് ചെയ്യാനുള്ളൂ, അത് ഭഗവാന്റെ ഭഗവത് സേവ. സേവ. പിന്നെ എന്താണ്, നമ്മൾ വേറൊരു ഭാവം ഉണ്ടല്ലോ, നമ്മള് ദാസാനു ഭാവത്തിൽ ഇരുന്നിട്ട് വേണം ഭഗവാന്റെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കാനും മനസ്സിലാക്കാനും. നമ്മൾ ഒരിക്കലും യജമാനന്റെ ഭാവത്തിലേക്ക് എത്തരുത്. നമ്മൾ ഏറ്റവും എളിമയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാലേ നമുക്കിത് മനസ്സിലാകുള്ളൂ. അപ്പം നമ്മൾ യജമാനൻ എന്നുള്ള ഭാവം നമ്മൾ വെടിഞ്ഞിട്ട് നമ്മൾ എന്താണ് ദാസാനു ഭാവത്തിലേക്ക് എത്തണം. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ആ ഭഗവത്ഗീതയിലെ ആ ഒരു പശുവായിട്ട് ഉപമിച്ചിരിക്കുന്ന ആരെയാണ്? ഭഗവാൻ ശങ്കരാചാര്യ ധ്യാനത്തില് അർജുനൻ പശുവായിട്ട്, വേദങ്ങളെ ഉപനിഷത്തുകളെയും പശുവായിട്ട് ഉപമിച്ചിരിക്കുന്നു. അർജുനൻ ആരാണ്? പശുക്കുട്ടി. അതുപോലെ കറവക്കാരനോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. കറവക്കാരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ ആ പാലോ? പാല് വേദങ്ങളുടെ ഇതിന്റെ ഗീതാമൃതം. എല്ലാരും മറന്നുപോയല്ലേ? ആ ശ്ലോകം മറന്നുപോയോ? അത് മറന്നില്ല. എല്ലാം കൂടെ ഇരിക്കുന്നില്ല തലയിൽ. തല നിൽക്കുന്നില്ലല്ലേ? ശങ്കരാചാര്യ ധ്യാന ശ്ലോകങ്ങള് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ എല്ലാവരും തന്നെ അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് പഠിക്കണം. അപ്പൊ അടുത്തത്, അപ്പം ഇത്രയൊക്കെ നമ്മള് ഗീതാമൃതവർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി 50 നമസ്തുതേ വ്യാസവിശാല ബുദ്ധേ പുല്ലാരവിന്ദായുധ പത്രനേത്ര. അത് തന്നെ സൗദമാതാജി നല്ല ഓർമ്മയുണ്ട്. പ്രപന്ന പാരിജാതായ കൃഷ്ണായ ഗീതാമൃതേ. അതെ അതെ. മധുസൂദന സരസ്വതി അല്ലേ പ്രഭു? മധുസൂദന സരസ്വതി അങ്ങനെയാണ്ടല്ലേ എഴുതിയത്? അത് എഴുതിയിരിക്കുന്നു അത് ശങ്കരാചാര്യരുടെ അല്ലേ? ശങ്കരാചാര്യരുടെ. ശങ്കരാചാര്യ
മാഹാത്മ്യം. ഇത് ഗീതാധ്യാനമല്ലേ? ഗീത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗീതാധ്യാന ശ്ലോകം, അത് ഓംകാരത്തായ പ്രതിബോധിത. പിന്നെ ഗീതാ മഹാത്മ്യമാണ് ശങ്കരാചാര്യ ധ്യാന ശ്ലോകം എഴുതിയിരിക്കുന്നത്. ഗീതാ മാഹാത്മ്യമാണ് ശങ്കരാചാര്യ എഴുതിയത്. മറ്റേത് ഗീത ധ്യാന ശ്ലോകം ഈ പറഞ്ഞ ആളായിരിക്കാം. മധുസൂദന സരസ്വതി. അതെ. അടുത്തത് നമ്മള് അതല്ലേ പ്രഭു, ഓം പാർത്ഥായ പ്രതിബോധിത ഭഗവത നാരായണേന ധ്യാന ശ്ലോകമല്ലയോ? അത് ധ്യാന ശ്ലോകം. അത് ധ്യാന ശ്ലോകം. പിന്നെ നമ്മൾ ഏകോ ശാസ്ത്രം ദേവകി പുത്ര അതാണ് അതിന്റെ മാഹാത്മ്യം ശ്ലോകം. മാഹാത്മ്യം. അപ്പൊ നമ്മൾ ഇനി അടുത്തത് നമ്മള് രണ്ടാമത്തെ ശ്ലോകം എടുക്കാൻ പോവുകയാണ്. അപ്പം 2-3 ശ്ലോകമാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അതിലും കൂടുതൽ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, നോക്കാം നമുക്ക് സമയത്തിനനുസരിച്ചിട്ട്. അപ്പം ജയോ രാധ മാധവ കുഞ്ചവിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധ മാധവ കുഞ്ചവിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുനതീരവനചാരി. ജയോ രാധ മാധവ കുഞ്ചവിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാമി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാനിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനെ ഗൗരഗദാദാമുദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ. സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 2. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി.
സഞ്ജയ ഉവാച ദൃഷ്ടാദോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനം അബ്രവീത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. രമ മാതാജി. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ പ്രഭുജി. ആ ഹരേ കൃഷ്ണ പ്രഭുജി. ശരി മാതാജി. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗദ മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ. മൈക്ക് ഓഫ് ആണ്. കേൾക്കുന്നില്ല ആരും. മാതാജി അവിടെ ശ്ലോകം പറയുന്നുണ്ട്, ഞങ്ങളാരും കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. മൈക്ക് ഓൺ ആക്കൂ മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ ആദ്യം. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യ ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. സുജന മാതാജി വായിച്ചോളൂ. സഞ്ജയ ഉവാച ദൃഷ്ടോ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. സഞ്ജയ ഉവാച പറഞ്ഞോളൂ മാതാജി. ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. രാധിക മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. അബ്രവീത്. അതെ, ഷിബി മാതാജി. ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. ഹരേ കൃഷ്ണ. ഇതെല്ലാവരും വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്ത് ശ്രീല പ്രഭുപാദരുടെ പദാനുപദ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. സഞ്ജയ് ഉവാച. സഞ്ജയൻ പറഞ്ഞു
തഥാ അപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഹീകരിച്ച പാണ്ഡവാനീകം പാണ്ഡവരുടെ സൈന്യത്തെ ദൃഷ്ട്വാതു കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് വചനം ഇപ്രകാരമുള്ള വാക്ക് അബ്രവീത് പറഞ്ഞു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളിവിടെ എന്താണ് സന്ദർഭം? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? എന്റെ പുത്രന്മാരും പാണ്ഡവരും അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിരുന്നു ധൃതരാഷ്ട്രർ. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത് ധൃതരാഷ്ട്രരുടെ ആ ഒരു എന്റെ പുത്രന്മാരെന്നുള്ള ആ ഒരു പുത്രന്മാരുള്ള അമിത വാത്സല്യമാണ് കണ്ടത്. ഈ യുദ്ധത്തിനൊക്കെ വഴിതെളിച്ചതും അത് തന്നെയാണ്. അതായത് നമ്മൾക്ക് അമിതമായ ആസക്തി, അത് നമ്മൾ എന്തിനോട് വന്നു കഴിഞ്ഞാലും അതെല്ലാം ആപത്താണ് എന്ന് കാണിക്കാനായിട്ടുള്ള ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് നമ്മളോട് ശരിക്കും വരച്ച് കാണിച്ചു തന്നിരിക്കുന്നു. അത് ശരിക്കും ആപത്താണ് എന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ് അല്ലെ. ആ ഒരു പുത്രന്മാർ അത് തന്നെയാണ് ഈ ഒരു യുദ്ധത്തിന് കാരണവുമായത്. ഒരു മഹാരാജാവ് എന്നുള്ള നിലയിൽ ഒരു തീരുമാനം എടുക്കാനോ ഈ അധർമ്മത്തിനെതിരെ നിൽക്കാനോ ഈ ചെയ്യുന്നതൊക്കെ തന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടുകൂടെ കൂടി ആ ഒരു പുത്രവാത്സല്യത്തിന്റെ ആ ഒരു അന്ധത ബാധിച്ചു. ശരിക്കും അദ്ദേഹത്തിന് അന്ധത ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആർക്കത് അറിയാവുന്നത്? ഉറുമ്പുകളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു അദ്ദേഹം. ചെറുപ്പത്തിലെ ചെയ്ത വിതുരരാണ്. 100 ഉറുമ്പുകളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് അദ്ദേഹത്തിന് യമലോകത്ത് എന്നപ്പോൾ കിട്ടിയ ശിക്ഷ 100 വർഷം ജനിക്കേണ്ടി വരും ഭൗതിക ലോകത്ത്. അതിനുശേഷം 100ാമത്തെ വർഷം എന്താണ് അന്ധനായിട്ട് ജനിക്കേണ്ടി വരും. അതായത് ശരിക്കും ഭൗതികമായ അന്ധത്വമല്ല, ശരിക്കും മനസ്സും അന്ധമായിരിക്കും. അതായത് സാരം നമുക്ക് കണ്ണ് കാണാൻ വയ്യെങ്കിൽ നമ്മൾ കണ്ണടച്ച് നോക്കുക, നമ്മൾ മനസ്സിൽ എന്തുമാത്രം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ലേ? നമുക്ക് എന്തെല്ലാം ഇവിടെ അമേരിക്കയിലൊക്കെ പോകാം കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെ? നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലൊക്കെ പോയിട്ട് വരാം കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളുടെ കാഴ്ച ഈ പുറമേയുള്ള ഈ രണ്ട് ഇതാണോ, ഈ ദ്വാരങ്ങളാണോ നമ്മളെ കാണിക്കുന്നത്? അതിലേക്ക് ഞാൻ വരുന്ന മാതാജി. അപ്പം നമ്മുടെ ഈ കണ്ണ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു 2 ദ്വാരങ്ങള് അല്ല കാണുന്നത് എന്നുള്ള വ്യക്തമാക്കുന്ന ആ ഒരു സംഭവമാണ്. നമ്മുടെ ഈ 2 കണ്ണുകൾ കൊണ്ടല്ല നമ്മൾ കാണുന്നത്, മനസ്സുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ മനസ്സുകൊണ്ടും അന്ധനായിരിക്കട്ടെ എന്നുള്ള അത്. എന്നിട്ട് നിന്റെ 100 പുത്രന്മാര് ഉണ്ടാകും, ആ പുത്രന്മാരെ കൊണ്ട് തന്നെ നിന്റെ അന്ത്യവുമാകും എന്നുള്ള ആ പുത്രന്മാരുടെ ആ പുത്രദുഃഖത്താൽ ദശരഥന് കിട്ടിയ പോലെ പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ആ പുത്രന്മാരെ കൊണ്ട് വേദനിച്ച് അവരുടെ ആ ഒരു ഇതിൽ നിന്റെ ആ ഒരു ജീവിതം അവസാനിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ശാപമാണ്, ഒരു ഇതാണ് കിട്ടിയത്, ഒരു കർമ്മഫലമാണ് കിട്ടിയത് ധൃതരാഷ്ട്രർക്ക്. നമ്മൾ എത്രയോ ഉറുമ്പുകളെയൊക്കെ കൊന്നിരിക്കുന്നു അല്ലെ. ഇതേപോലെ ഉറുമ്പുകളെ കൊന്ന വേറെ ഒരാൾക്ക് കിട്ടിയ ഒരു ശാപം അറിയാമോ? യമധർമ്മരാജാവിന് ഇതേപോലെ ശാപം കിട്ടി. ആരുടെയാണ്? ഒരു മാണ്ഡവി ഋഷി എന്ന് പറഞ്ഞ ഒരു ഋഷി ഇതേപോലെ അദ്ദേഹത്തിന് ഇതുപോലെ യമലോകത്ത്, അദ്ദേഹം വൈകുണ്ഠ ലോകത്തിൽ പോകാനുള്ള യോഗ്യതയുള്ള ആളെ എന്താണ് അദ്ദേഹം യമലോകത്തിൽ എത്തപ്പെട്ടു. യമലോകത്തിൽ എത്തപ്പെട്ടതിന്റെ കാരണം ഇദ്ദേഹം അന്വേഷിച്ചു യമധർമ്മ രാജാവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിത്രഗുപ്തന്റെ ആ ഒരു ഹാർഡ് ഡിസ്ക് അറിയാമല്ലോ, ഈ കമ്പ്യൂട്ടറിന്റെ മെമ്മറി പോലെ ചിത്രഗുപ്തൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. നമ്മളിങ്ങനെ ഓരോ ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവിടെ എഴുതപ്പെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിൽ ഒരാളെ പറ്റി മോശമായിട്ട് വിചാരിച്ചാൽ പോലും അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്നല്ല, അത് അറിയുന്ന ആൾക്കാർ അത് അറിയുന്നുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ മെമ്മറി ഒരിക്കലും ഫുള്ളാകത്തില്ല. കാര്യം ഓരോ ജീവാത്മാക്കൾ ചെയ്തിരിക്കുന്ന പാപങ്ങളും എല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഞാനിത് മനസ്സിൽ അല്ല ഒരു കർട്ടൻ ഇട്ടിട്ട് എനിക്ക് തെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കണ്ട. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു?
അല്ല അംബിക അംബികയുടെ മോനാണ് ധൃതരാഷ്ട്രർ, അംബികയുടെ മോൻ. ധൃതരാഷ്ട്ര. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ അംബിക ഈ വ്യാസഭാവം വന്നപ്പോ ഇങ്ങനെ അയ്യേ എന്ന് പറഞ്ഞുകൊണ്ടാ കണ്ടുപോയി. പക്ഷെ ഇത് നേരത്തെ വരാനിരുന്നതോ? ഇത് വരാനിരുന്നതാണ്. അതാ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് അതിനൊക്കെ അംബികയുടെ പുത്രനായിട്ട് ജനിക്കാനുള്ള ഇട വന്നു. അതാണ് മനസ്സിലായില്ലേ? വ്യാസ മഹർഷിയെ ഇങ്ങനെ വരേണ്ടതേ അപ്പൊ വരൂ പ്രഭു, അതായിരിക്കും കാര്യം. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 100 വർഷമാണോ ബാബു പിന്നെ പ്രഭു അന്ധനായിട്ടിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 100 വർഷം ജനിക്കേണ്ടി വരും. 100ാമത്തെ ജന്മത്തിൽ അന്ധനായിട്ട് ജനിക്കേണ്ടി വരും. 100ാമത്തെ ജന്മത്തിലല്ലേ? 100 പുത്രന്മാരും ഉണ്ടാകും. ആ 100 പുത്രന്മാർ അധാർമികളായ പുത്രന്മാർ, എല്ലാം ദൂ കൂട്ടിയല്ലേ. ദുര്യോധനൻ ദുശാസനൻ എല്ലാം ദൂവാണ് അല്ലെ, ദുഷിച്ച പുത്രന്മാര്. അപ്പൊ അങ്ങനെ 100 ജന്മം അന്ധനാണോ? 100 ജന്മം അന്ധനല്ല, 100ാമത്തെ ജന്മം അന്ധനായി കിടക്കുന്നത്. 100ാമത്തെ ജന്മത്തിൽ അന്ധനാകും. 100 ജന്മം എടുക്കാന്ന് പറഞ്ഞാൽ മാതാജി അത്ര ഈസി അല്ല. ഓരോ ജന്മത്തിലും നമ്മൾ ജന്മ മൃത്യു ജരാവ്യാധി എടുക്കണ്ടേ. 100 ജന്മം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മൾ 84 ലക്ഷം ജീവരാശികളിലൂടെ കടന്ന് ഒരു മനുഷ്യജന്മം കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അമ്മയുടെ വയറ്റിലുള്ള ആ ഒരു യാതനകൾ, വീണ്ടും മരണസമയത്തുള്ള യാതനകൾ, അതെത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വിതുരർ എന്ത് സംഭവിച്ചു? വിതുരല്ല, യമധർമ്മ രാജാവ് ഈ പറയുന്ന മാണ്ഡവ്യ ഋഷിക്ക് ഓട് പറഞ്ഞു, നീ 8 വയസ്സിന് മുൻപേ ഇതുപോലെ കുറെ ഉറുമ്പുകളുടെ ആസനത്തിൽ നീ ഈ പുല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. നീ കുറച്ച് ഉറുമ്പുകളെ ആസനം നീ അത് താറുമാറാക്കി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ശാസ്ത്രം അനുസരിച്ച് 8 വയസ്സിന് മുൻപേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണ് മാണ്ഡവ്യ തിരിച്ച് യമധർമ്മനോട് പറഞ്ഞു. പക്ഷെ അതും 8 വയസ്സിൽ മുന്നിൽ ചെയ്തതും അത് തെറ്റായിട്ട് തന്നെ കാണും എന്ന് പറഞ്ഞ് യമധർമ്മനുമായിട്ടൊരു ഒരു വാക്കേറ്റം ഉണ്ടായി. അങ്ങനെ മാണ്ഡവ്യ യമധർമ്മ രാജാവിന് ശപിക്കുവാണ്, നീ എന്നോട് ഈ ശാസ്ത്രത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ആർഗ്യുമെന്റ് നടത്തിയത് കൊണ്ടും ഞാൻ 8 വയസ്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള കാര്യത്തിന് എനിക്ക് ശിക്ഷ തന്നത് കൊണ്ട് നീ ഒരു ദാസിയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അവഗണനയല്ല. അന്നൊക്കെ ഒരു ദാസീപുത്രനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയുള്ള ആ ഒരു അവസ്ഥയാണ്. ഒരു ദാസീപുത്രനായി ജനിക്കാൻ ഇടപെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വേദവ്യാസര് ഈ ദാസിയുടെ അടുത്ത് പോയപ്പോൾ ദാസി പരിചരിച്ചൊക്കെ ഒരു പുത്രനെ കിട്ടി. അങ്ങനെ വിതുരരായിട്ട് വന്നു. പക്ഷെ ധർമ്മബോധമുള്ള യമധർമ്മ രാജാവായതുകൊണ്ട് ധർമ്മബോധമുള്ള പുത്രനായിട്ടാണ് വന്നത്. അങ്ങനെ കൗരവരുടെയും പാണ്ഡവരുടെയൊക്കെ മന്ത്രിയായി അദ്ദേഹം. ഇവരുടെ ചെറിയച്ഛനുമാണ്, അതുപോലെ മന്ത്രിയായി. പിന്നെ ദാസീപുത്രൻ എന്നുള്ള അപമാനം അവസാനം വരെ സഹിക്കേണ്ടി വന്നു. ഇപ്പൊ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വിതുരർ അവിടെ ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധൻ ദാസീപുത്രൻ എന്നുള്ള രീതിയിൽ അപമാനിച്ചത് കേട്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വൃന്ദാവനത്തിലും എല്ലാം പോയി നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ധവരെ കാണുന്നു. ഉദ്ധവരെ കണ്ട ശേഷം ഉദ്ധവരുടെ അടുക്കൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു. ആരുടെ അടുക്കൽ പോകണമെന്ന്? മൈത്രേയ മുനിയുടെ അടുക്കൽ പോയാലാണ് നിനക്ക് ഈ പറയുന്ന ശരിക്കായിട്ടുള്ള ജ്ഞാനം കിട്ടുന്നത്. കാര്യം ഭഗവാൻ എൻ്റെ അടുക്കൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ട് മൈത്രേയ മുനി അവിടെ നിന്നിരുന്നു. എന്നെക്കാളും മുതിർന്ന ഒരു വൈഷ്ണവനായതുകൊണ്ട് നീ മൈത്രേയ മുനി അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നിനക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് എന്ന് പറഞ്ഞ വിതുരർ ഈ 3ാമത്തെ കാണ്ഡത്തിൽ ഭാഗവതത്തില് വിതുരരും മൈത്രേയ മുനിയുമായിട്ടുള്ള സംവാദമാണ് മുഴുവനും. ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണ് വിതുരരുടെ കാര്യം. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ അധ്യായത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയിരിക്കുന്ന സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ആചാര്യൻ ആരാണ്? ആചാര്യൻ? ദ്രോണാചാര്യന്റെ മുൻപിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ സൈന്യത്തെ കണ്ടപ്പോൾ ആർക്ക് അതിശയം തോന്നി? കാര്യം ഏറ്റവും കൂടുതൽ സൈന്യബലം ആർക്കാണുള്ളത്? ദുര്യോധനാണ്. കാര്യം ഭഗവാന്റെ ആ നാരായണീ സേന മുഴുവനും കിട്ടി അല്ലെ. ഇപ്പുറത്ത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും അവരുടെ കൂടെയുള്ള മഹാരഥന്മാരെയൊക്കെ കണ്ടിട്ട്, പിന്നെ കൂടെ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃഷ്ണനുണ്ട്. പിന്നെ ബാക്കി കുറെ ആൾക്കാരുണ്ട്, ദൃഷ്ടദ്യുമ്നന്, അങ്ങനെ കുറെ പേരെയൊക്കെ ഉണ്ട്. ഇനി വരുന്നുണ്ട് ആ ശ്ലോകങ്ങളിൽ. അവരെയൊക്കെ കണ്ടപ്പോൾ ആചാര്യന്റെ അടുക്കൽ, ദ്രോണാചാര്യന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറയുവാണ്. അതല്ല, അടുത്ത ശ്ലോകത്തിലാണ് അത് വരുന്നത്. അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയിട്ട് സൈന്യത്തെ കണ്ട്, ഇത് സഞ്ജയൻ പറയുന്നതാണ് ധൃതരാഷ്ട്രരോട് പറയുന്നത്. ആചാര്യന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അതായത് ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്?
ഞാൻ വായിക്കാൻ പറ്റും. ആരാണ്? ഭാരതി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുപാദർക്ക് ജയ്. ജനനം മുതൽക്ക് അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ജനനം മുതൽക്ക് ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം. എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിന്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു. തീർത്ഥസ്ഥലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുന്നു. ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു. രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്നു കാണേണ്ടി വന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടിവെക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുമ്പ് ഞാൻ പറഞ്ഞ കഥയിൽ ഒരു ചെറിയ ഒരു ഭാഗം ഞാൻ വിട്ടുപോയിരുന്നു. അത് അങ്ങനെ ഈ യമധർമ്മ രാജാവ് അദ്ദേഹത്തിന് മാണ്ഡവ്യ മഹർഷിക്ക് ഒരു ശിക്ഷ വിധിച്ചു. എന്താണ്? ഈ ചുട്ടുപഴുത്ത പാത്രത്തിന്റെ മുകളില് ഇരിക്കാന്ന് പറഞ്ഞാൽ ആ ഉറുമ്പുകൾക്ക് സംഭവിച്ച ആ വേദന അതേപോലെ ഇദ്ദേഹം ചുട്ടുപഴുത്ത പാത്രങ്ങളുടെ മുകളിൽ ആസനം വെച്ചിട്ട് ഇരിക്കണം. അങ്ങനെ ഒരു ശിക്ഷയാണ് വിധിച്ചത്. ആ സമയത്താണ് ശാപം ഉണ്ടായത് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ചുട്ടുപഴുത്ത പാത്രത്തിന്റെ പുറകിൽ ഇരിക്കേണ്ടി വരും. ഈ വെറുതെ ഉള്ള ഒരു പ്രാണികളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള ശിക്ഷ യമലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ. അപ്പം യമലോകത്ത് പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ തുമ്പികളൊക്കെ പിടിച്ച് കോർത്ത കാര്യങ്ങൾ ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഭഗവാന്റെ ആൾക്കാരാണ് നമ്മളല്ലേ? അപ്പൊ നമ്മളെല്ലാരും ഭഗവാന്റെ ആൾക്കാരല്ല? ആരെങ്കിലും അല്ലാത്തവരുണ്ടോ? അല്ലാത്തവരൊക്കെ ഇന്ന് കൈ പൊക്കിക്കേ. അല്ലാത്തവരാരും ഇല്ല. അപ്പൊ ഭഗവാന്റെ ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊമ്പത്താ പിടിയല്ലേ? ഇവിടെ നമ്മളങ്ങ് കൊമ്പത്തെ ആൾക്കാരാണ്. നമ്മൾ VVIP ആയിട്ടുള്ള ആളെയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് യമലോകത്തുകൂടി സഞ്ചരിക്കാനുള്ള ഇട ആരും ഉണ്ടാക്കി വെക്കരുത്. കാര്യം ഭഗവാനെ മുറുക്കെ പിടിച്ചോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന മനസ്സിൽ ഒരാളെ നമ്മൾ വധിച്ചില്ല എങ്കിൽ കൂടി, ആയുധം എടുത്ത് വധിച്ചില്ല എങ്കിൽ കൂടി ഒരാൾക്ക് നമ്മൾ വധിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അതും കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കൊലപാതകം ചെയ്യാനായിട്ട് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുത്തു, അത് ഈ കൊലപാതകം ചെയ്യുന്ന ആളെക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ശിക്ഷകളുണ്ട്. 28 നരകങ്ങളുണ്ട്. ആ നരകത്തിലെ ശിക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ഭഗവാന്റെ മെർസി കൊണ്ട് എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിതൃലോകത്തിലേക്ക് തള്ളപ്പെടും. പിന്നെ പിതൃലോകത്തിൽ കിടന്നിട്ട് എന്താണ്? ഒരു ശരീരം കിട്ടാനായിട്ട് എത്ര നാള് കാത്തിരിക്കണം? അപ്പൊ നോക്കുമ്പോൾ പുത്രന്റെ വെള്ളം അടിച്ചിട്ട് ഉള്ള അദ്ദേഹം പിതാവ് ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ എടുത്ത് വിറ്റ് കാണുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് അവിടെ ഇരുന്ന് പീഡനം കൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. അത്രയും നാൾ അധ്വാനിച്ചുണ്ടാക്കി ഇദ്ദേഹം മകനെടുത്ത് വിറ്റ് കളയുന്നു. പിതാവിനെ പറ്റി ഓർക്കുന്ന പോലും ഒരു ശ്രാദ്ധ ഇടുന്നില്ല, ഒന്നുമില്ല. അവരിങ്ങനെ ദൂർത്തടിച്ച് നടക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആ പിതൃവിന് അതികഠിനമായ ദുഃഖമാണ്. അങ്ങനെയാണ് ഈ പിതൃശാപം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവർക്കൊരു ശരീരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രാദ്ധവും പിണ്ടദാനവും ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടത്. പുത്രന്മാര് പിതാവിനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പക്ഷെ പിതാവിന് ശരീരം ഇല്ലെങ്കിലും പിതാവിന് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും. കാര്യം അദ്ദേഹത്തിനോട് അവബോധം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും. ഈ വിഷമങ്ങൾ മുഴുവൻ അവിടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ശരീരം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഭഗവാനെ സേവിച്ചിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് പിതൃലോകത്തിരിക്കുന്ന നമ്മുടെ എല്ലാ പിതാമഹന്മാർക്ക് ശരീരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജപത്തിൽ 16 റൗണ്ട്, ഒരു റൗണ്ട് എങ്കിലും പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാര്യം അവിടെ ഇരുന്ന് അവരെല്ലാവരും ദുഃഖിക്കുകയാണ്. അവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടിട്ട് അവരെല്ലാം ദുഃഖിക്കുകയാണ്. അപ്പൊ ശരീരം കിട്ടാനായിട്ട് പാകതയുള്ള ഒരു ജന്മം ഉണ്ടാകുന്നിടം വരെ, അത്രയും പാപസാമ്യത്തിന് തുല്യതയുള്ള ഒരു ജന്മം ഉണ്ടാകുന്നിടം വരെ ഈ മനസ്സ്, ബുദ്ധിയും വിദ്യാഹങ്കാരം എന്ന് പറഞ്ഞ 3 സാധനങ്ങളുമായിട്ട് ഈ ആത്മാവ് ഇരിക്കുകയാണ്. സൂക്ഷ്മ ശരീരം അവിടെ ഇരിക്കുകയാണ് അല്ലെ? ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് അതേ സാമ്യമുള്ള 2 ജീവൻ
എവിടെയെങ്കിലും ഒരു ഭ്രൂണം ഉണ്ടാകുമ്പോൾ അവിടത്തേക്ക് പുറത്തുനിന്നാണ് ആത്മാവ് വന്ന് കയറുന്നത്. ശരീരം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ അച്ഛനിലും അമ്മയിൽ നിന്നും. അച്ഛനും അമ്മയ്ക്ക് എവിടെ നിന്നാണ് ശരീരം കിട്ടിയത്? പ്രകൃതി കൊടുത്തു അല്ലെ? പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളിൽ നമ്മൾ പ്രകൃതിയിലെ സസ്യം ജീവജാലങ്ങളെയൊക്കെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വന്നു രക്തമായതും അത് ബീജമായതും. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശരീരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പ്രകൃതിയിൽ നിന്ന്. അതുപോലെ അതിന് ജീവൻ കൊടുക്കുന്നത് ഭഗവാനാണ് അല്ലെ? ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആ ഒരു ജീവൻ ഇതുപോലെ ഒരു പാപസാമ്യമുള്ള ഒരു അച്ഛനെ അമ്മയെ, അത് മൃഗ യോനിയിലാകാം മനുഷ്യയോനിയിലാകാം, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെയാണ്. അത് വരെ കാത്തിരിക്കണം ഇവര്. അപ്പൊ അത്രയും നാള് അവരെ നമ്മൾ എന്താണ് സഹായിക്കുന്നത്? അവർക്ക് ഒരു ശരീരം കിട്ടി, അവർക്ക് അടുത്ത ജന്മമെങ്കിലും ഭഗവാനെ ഉപാസിച്ചിട്ട്, അതായത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ അങ്ങനെയുള്ള ധാമത്തിലോ ഒക്കെ ജനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ അവര് മോക്ഷം കിട്ടി അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മളെപ്പറ്റി വിചാരമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ അവര് വളരെയധികം ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ദുഃഖം എങ്ങനെ അവർക്ക് വരുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായി. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ദുഃഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1-2 തവണ, കേട്ടവരൊക്കെ ക്ഷമിക്കുക. നമ്മള് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ആക്സിഡന്റ് വരികയാണ്. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, വലിയൊരു ആക്സിഡന്റ് വന്ന് ഒരു വണ്ടി വന്ന് നമ്മുടെ ദേഹത്തൂടെ ഓടി കയറിപ്പോയി. അപ്പൊ നമ്മുടെ ശരീരം എല്ലുകളെല്ലാം ഞുറുങ്ങി ഒടിഞ്ഞു, അതിഭയങ്കരമായ വേദന അനുഭവിക്കുകയാണ്. നമ്മൾ സ്വപ്നത്തിൽ കിടന്ന് നിലവിളിച്ചു. നമ്മളെ ആശുപത്രി കൊണ്ട് ഡോക്ടർമാർ ഇവിടെയെല്ലാം സ്റ്റീലിട്ട് കുത്തിക്കെട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദന കാരണം നമ്മൾ നിലവിളിക്കുകയാണ്. കണ്ണ് തുറന്നു നോക്കിയപ്പോഴോ ഇതൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ അമേരിക്കയിൽ പോയി അവിടെ ചെന്ന് അമേരിക്കയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു, അവിടെ കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിച്ചു. ഇതെല്ലാം സ്വപ്നത്തിൽ കാണും. കണ്ണ് തുറന്നു കഴിയുമ്പോൾ അതെല്ലാം ഉണ്ടോ? പക്ഷെ ഇത് നമ്മൾ ശരിക്കും അനുഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് മുഴുവൻ നമ്മൾ ചെയ്തു. പക്ഷെ അപ്പൊ ഇത് നമ്മുടെ ഈ ശരീരമാണോ? നമ്മുടെ ശരീരം അമേരിക്കയിൽ പോയോ? ഇല്ല. ശരീരത്തിന് ക്ഷതം പറ്റിയോ? ഇല്ല. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തിനാണ് ഈ പറയുന്ന വേദനകളും യാതനകളും ഒക്കെ ഉണ്ടായത്. ഇതേ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ പോകുന്നത്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തിനാണ് ആ യാതനാ ശരീരം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. യാതനാ ശരീരം. ഈ യാതനകളും വേദനകളും മുഴുവൻ അനുഭവിക്കണം. ഈ പോകുന്ന വഴിക്ക് യമദൂതന്മാരെ അടിച്ചാ കൊണ്ടുവന്നത്. അതായത് 13 ദിവസം ഈ ശരീരം ദേഹം വിട്ടും 13 ദിവസത്തോളം 13ാമത്തെ ദിവസമാണ് യാത്ര തുടങ്ങുന്നത്. 12ാമത്തെ ദിവസത്തെ എന്താണ് സബിണ്ടി അല്ലെ? സബിണ്ടി ഏറ്റുവാങ്ങി നമ്മള് പിണ്ടദാനം ഇല്ലേ, സബിണ്ടി ഏറ്റുവാങ്ങി പ്രേത ശരീരമായിട്ട് നമ്മളുടെ വീടിന്റെ പക്കത്ത് നമ്മളുടെ ഓരോരുത്തരും ജീവൻ വെടിഞ്ഞു പോകും. നമ്മുടെ പരിസരത്ത് നിൽക്കും. ഈ പരിസരത്ത് നിൽക്കുമ്പോൾ യമദൂതന്മാർ അവിടെ വന്ന് നിൽക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്കെ പറയാണ്, പോയത് എന്തായാലും നന്നായി, ഒരു ശല്യക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് കുറെ പേര് പറയാം. അയ്യോ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കുറെ പേര് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ശിക്ഷ കൂടുതലായിരിക്കും. അപ്പൊ വേറെ ചിലരൊക്കെ പറയുവാണ്, ഇദ്ദേഹത്തെ പറ്റി നല്ലതായിട്ട് പറയുകയാണ്, എന്തായാലും ആള് ജീവിച്ചിരുന്ന ഒരു പ്രയോജനമായിരുന്നു അവർക്ക്, നല്ലൊരു വ്യക്തി ആയിരുന്നു, വളരെ കഷ്ടമായി പോയി, ഇപ്പോഴേ കൊണ്ടുപോകണ്ടായിരുന്നു, കുറച്ച് നാളുകൂടെ നല്ല പ്രവൃത്തി ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇദ്ദേഹത്തെ പറ്റി നല്ലതാണ് പറയുന്നതെങ്കിൽ ശിക്ഷകൾക്ക് ഇളവ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല, ഗരുഡ പുരാണത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഈ യാത്ര തുടങ്ങുവാണ്. യാത്ര തുടങ്ങുമ്പോൾ പോകുന്ന വഴികളില് ഒരുപാട് യാതനകളുണ്ട്. ആ യാതനകൾക്ക് കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ് ചെയ്യുന്നത്? ഈ പിണ്ടദാനം കിടക്കുമ്പോൾ നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കത്തില്ലേ? കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന എന്താണ്? ഈ കൊണ്ടുപോകുന്ന അവരുടെ യജമാനാരാണ്? ഐമാൻ കാക്ക. അപ്പൊ ആ ഐമാന്റെ വാഹനമാണ് കാക്ക. അപ്പം നമ്മൾ കാക്കയെ തൃപ്തിപ്പെടുത്തി ഈ ഐമാനെ സംതൃപ്തിപ്പെടുത്തുവാണെങ്കിൽ ഈ പോകുന്ന ജീവാത്മാവിനുള്ള ശിക്ഷ കിട്ടും. അപ്പൊ ശിക്ഷ കിട്ടണമെങ്കിൽ ശരീരം വേണമെന്നുണ്ടോ? ഇല്ല. ഓൾറെഡി യാതനാ ശരീരമാണ് കൂടെ പോകുന്നത് അല്ലെ? നമ്മൾക്ക് ഈ വേദന മുഴുവൻ അറിയാവുന്ന ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ് കൂടെ പോകുന്നത്. അങ്ങനെ കൂടെ പോയി എവിടെ ചെല്ലുന്നു? യമലോകത്ത് ചെല്ലുന്നു. യമലോകത്ത് ചെല്ലുമ്പോൾ ചിത്രഗുപ്തൻ ഇതെല്ലാം വായിച്ച് ശിക്ഷകളെല്ലാം വിധിച്ചിട്ട് ചിത്രഗുപ്തൻ എന്ത് ചെയ്യുന്നു? 28 നരകങ്ങളിൽ വിട്ടിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞത് കഴിഞ്ഞാണ്, ഇതെല്ലാം നടത്തി ബാക്കിയുള്ള മിച്ചം കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് അടുത്ത ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് പിതൃലോകത്തിലേക്ക് തള്ളപ്പെടും. അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ ശരീരം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മരണം എന്ന് പറയുന്ന 10,000 തേള് കടിക്കുന്ന വേദനയാണ് നമ്മുടെ ദേഹത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട്.
ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ 9 ദ്വാരങ്ങളിൽ കൂടിയാണ് നമ്മുടെ ജീവൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ യാതനകൾ അനുഭവിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നെറുകന്തല പൊട്ടിയിട്ട് പോകണം. അതിന് നമ്മൾ യോഗികളാണ്. നമ്മൾ യോഗികളായി നമ്മുടെ സഹസ്രാര ദള പത്മത്തിൽ കൂടെ നമ്മുടെ ജീവൻ പോവുകയാണെങ്കിൽ, ഈ നെറുകന്തല പൊട്ടിയിട്ടാണെങ്കിൽ നമ്മളെ എന്താണ്, ഇരുത്തിയാണ് അടക്കുന്നത്. അങ്ങനെയുള്ളവരല്ലേ, ഇരുത്തി. അപ്പൊ അങ്ങനെ അത് സമാധിയാകുക എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ സമാധിസ്ഥരാകാണ്. അപ്പൊ അതിനൊന്നും യോഗ്യതയില്ല, നമുക്ക് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം കൃഷ്ണാഗോപത്തിലുള്ളവരെ നമ്മൾ ഭഗവാന്റെ നാമം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ശ്ലോകമുണ്ട്, അന്തകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ത്യകാലത്ത് നമ്മൾ ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ടാണ് നമ്മൾ യാത്രയാകുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന പീഡ അനുഭവിക്കേണ്ടി വരുമോ? യമദൂതന്മാര് നമ്മളെ ചെയ്യുവോ, ഉപദ്രവിക്കുവോ? ഇല്ല. നമുക്ക് പിന്നെ ഒരു ജന്മത്തിന്റെ ആവശ്യമുണ്ടോ? ജന്മം വീണ്ടും എടുക്കുവാണെങ്കിൽ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന് എന്തുമാത്രം യാതനകൾ സഹിക്കണം. അമ്മ എന്ത് ചെയ്യും? നാക്ക് രുചിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മസാല ദോശ, എരിവും പുളി എല്ലാം, ചിക്കനും മട്ടനും എല്ലാം വലിച്ചു കയറ്റും നാക്കിന് രുചിക്ക് വേണ്ടിയിട്ട്. ഈ കുട്ടി അവിടെ കിടന്ന് എരിയുവാണ്, വയറ്റിൽ കിടന്നിട്ട് വേദന കാരണം ഇളകുമ്പോൾ ദേ കുട്ടി അനങ്ങി, നല്ല സന്തോഷത്തിൽ കുട്ടി അനങ്ങുന്നുണ്ട്, കാലും കൈയിട്ട് അടിക്കുന്നുണ്ട്. അത് വേദന കാരണം എരിഞ്ഞ് സഹിക്കാൻ വയ്യാതെയാണ് കാലും കൈയിട്ട് അടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ ഭയങ്കര വലിയ സീരിയൽ എന്താ കാണുന്നത്? കുത്തും വെട്ടും. അത് അമ്മായിയമ്മ മരുമകളെ കൊല്ലുന്നു, മരുമകൾ അമ്മായിയമ്മ കൊല്ലുന്നു, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ ഉള്ള സാധനങ്ങളാണ് സീരിയലിൽ കൂടെ കാണുന്നത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കൊച്ചവിടെ ഇരുന്ന് പേടിക്കുക, ഞെട്ടുക, ഇതെല്ലാം കണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രഹ്ലാദനെ കൂട്ട് ഭാഗവതാണ് കേൾക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ ഒരു കുട്ടി ഉണ്ടാകുന്ന അവസ്ഥ? ഭാഗവതമാണ് കേൾക്കുന്നത്. അതാണ് ഗർഭ സംസ്കാരം എന്ന് പറയുന്നത്. ആ സമയത്ത് തൊട്ട് ആ കുട്ടിയെ നമ്മൾ എന്താണ് സംസ്കാരം പറഞ്ഞു കൊടുക്കണം, ഗർഭത്തിൽ വെച്ചിട്ട്. അതായത് നമ്മൾ മൂട്ടിൽ കൊണ്ടുപോയി വളം ഇത് വെച്ചിട്ട് കാര്യമില്ലോ, നമ്മൾ ആ ഉള്ളിൽ കിടക്കുന്ന തന്നെ നമ്മള് ഈ പറയുന്ന ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കൃഷ്ണാബോധത്തിലാക്കണം. കൃഷ്ണാബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേരൻസ് നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വരണം, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പറയുന്ന ഒരു പ്രോസസ്സാണ് അത്. ഇവിടെ നമ്മൾ സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞു, സഞ്ജയൻ പറഞ്ഞു, അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ ഇതുപോലെ ദ്രോണാചാര്യരെ പോയി കണ്ടു, എന്നിട്ട് അദ്ദേഹത്തിനോട് പാണ്ഡവ സൈന്യത്തെ പറ്റി വിവരിക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അടുത്ത 3-ാമത്തെ ശ്ലോകം, പശ്യതാം പാണ്ഡുപുത്രാണാമാചാര്യാമഹരീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഹരീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഹരീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. സമയം കുറവുള്ളതുകൊണ്ട് ആരെങ്കിലും 3 പേര് വായിക്കുക. ആദ്യ ഹരേ കൃഷ്ണ രമാമാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു വിക്രമൻ മാതാജി. 3-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. എനിക്ക് അറിയത്തില്ല, ആരൊക്കെയോ പാടുന്നുണ്ട്, ഞാൻ കേൾക്കുന്നില്ല. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹലോ. ഹരേ കൃഷ്ണ മാതാജി വായിച്ചോളൂ. ഓം നമോ വാസുദേവായ. പശ്യതാം പാണ്ഡുപുത്രാൻ ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ബിന്ദു വിക്രം മാതാജി റെഡിയായോ? ബിന്ദു വിക്രം മാതാജി റെഡിയായോ വായിക്കാനായിട്ട്?
പ്രഭു ഞാൻ ഹോസ്പിറ്റലിലാ, അമ്മ കിടക്കുക, ഞാൻ ആശുപത്രിയിൽ ഇരുന്നാ കാണുന്നേ, ആ എന്റെ കയ്യിൽ ഓക്കെ, ബുക്സ് എന്നാ ഇല്ല. കുഴപ്പമില്ല. ഹരി ബോൽ, ഹരേ പ്രഭു കൃഷ്ണ, എല്ലാം കുറയട്ടെ എത്രയും വേഗം. മാതാജി ഹോസ്പിറ്റലിലാണെന്നാണ് പറയുന്നത്. പ്രഭു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കി. ഹരി ബോൽ, ഹരേ കൃഷ്ണ. അമ്മ കിടക്കുക പ്രഭു. ആ മനസ്സിലായി മാതാജി. ഹരി ബോൽ, ഹരേ കൃഷ്ണ. അപ്പം അതിന് ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ചെയ്ത് ശ്രീല പ്രഭുപാദ് ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യനായും ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന ദ്രുപദപുത്രനാൽ വ്യൂഹീകരിക്കപ്പെട്ടു മഹത്തായ പാണ്ഡുപുത്രരുടെ ഏതാം ചമുൻ ഈ സേനയെ കാണുക. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ജയ് ശ്രീല പ്രഭുപാദ്. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പം ഇതിലും അധികം വലിയ കാര്യമൊന്നും പറയുന്നില്ല. ദുര്യോധനൻ ചെന്നിട്ട് ദ്രോണാചാര്യരുടെ അടുക്കൽ പറയുവാണ്, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ആരായിരുന്നു പാണ്ഡവരുടെ സേനാനായകൻ? ആരായിരുന്നു? ദൃഷ്ടദ്യുമ്നൻ, ദ്രുപദപുത്രൻ. ദ്രുപദന്റെ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? പുത്രൻ അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു? ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നനും. പിന്നെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു, ശിഖണ്ഡി. അപ്പം ഈ 3 പേരായിരുന്നു. ആദ്യം ഉണ്ടായത് ശിഖണ്ഡിയാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തത്? തപസ്, അതായത് യജ്ഞം നടത്തി. ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദൃഷ്ടദ്യുമ്നനും. അത് കഴിഞ്ഞിട്ട് ദ്രൗപദി. ഇദ്ദേഹത്തിന് എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ദ്രോണാചാര്യരുമായിട്ട് ഭയങ്കര വിരോധമായിരുന്നു. അപ്പൊ അങ്ങനെ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധി താഴേക്ക് വരുന്നുണ്ട്. ഞാനത് കൃത്യമായിട്ട് പറയാതെ. അത് ആരാണ് ഭാവാർത്ഥം വായിക്കുന്നത്? ഹരേ കൃഷ്ണ, രതിദേവി മാതാജി. ഞാൻ വായിക്കാം. ഭാവാർത്ഥം. നയതന്ത്രജ്ഞനായ ദുര്യോധന സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ കാട്ടേണ്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈര്യം ഉണ്ടായിരുന്നു. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനികാഭ്യാസത്തിൽ അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരമൊരു ദയാദാക്ഷിണ്യം പരാജയത്തിലേക്ക് കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദ്രുപദ മഹാരാജാവും ഈ പറയുന്ന ദ്രോണരും തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. ഈ ദ്രോണരുടെ അച്ഛനാണ് ഈ പറയുന്ന ദ്രുപദ മഹാരാജാവിനെയും ഇതുപോലെ വിദ്യ അഭ്യസിച്ചിരുന്നത്. അങ്ങനെ അവര് വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പം ദ്രുപദ മഹാരാജാവ് ഒരുപാട് പ്രോമിസ് കൊടുത്തു, നിനക്ക് എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ അടുക്ക് വന്നിട്ട് ധൈര്യമായിട്ട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇദ്ദേഹം ദ്രോണര് വിവാഹമൊക്കെ കഴിച്ചു. കൃപിയാണ് വിവാഹം കഴിച്ചത്. വിവാഹമൊക്കെ കഴിച്ചിട്ട് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ മകനും ഉണ്ടായി. അങ്ങനെ ഇതൊക്കെ ഇരിക്കെ ചെയ്തിട്ട് ഇവർക്ക് വളരെയധികം ദാരിദ്ര്യം അനുഭവപ്പെട്ടു. ആ ദാരിദ്ര്യം അനുഭവപ്പെട്ട സമയത്ത് 2-3 പശുക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം മാറും. അതായത് ബ്രാഹ്മണരൊക്കെ അന്ന് ഗോരക്ഷയൊക്കെ ആണല്ലോ എല്ലാവരും. അവർ പശുവിന്റെ പാലൊക്കെ കിട്ടി അവർക്ക് ഉപജീവനം കഴിക്കാം. എല്ലാ വിഭവങ്ങളും തന്നെ പശു കൊടുക്കും. അതുകൊണ്ടാണ് ഗോമാതാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിഭവങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ഈ ദ്രുപദൻ അപ്പം മഹാരാജാവായി. അപ്പൊ ദ്രുപദന്റെ രാജ്യത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദ്രുപദൻ എന്ത് ചെയ്തു? ദ്രോണരെ കണ്ടതായിട്ട് നടിച്ചില്ല. അപ്പൊ നിനക്കറിയില്ലേ ഞാൻ ദ്രോണരാണ്, നമ്മളങ്ങ് ഗുരുകുലത്തിൽ വെച്ചിട്ട്
എൻ്റെ അച്ഛനാണ് നിന്നെ വിദ്യാഭ്യാസം, എന്നിട്ടൊന്നും പരിചയം നടിക്കാത്ത ഭാവത്തിൽ അങ്ങ് ദ്രോണർ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദ്രോണരല്ല ദ്രുപദർ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തില് സേവകരോട് എന്താണ് പറയും, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭിക്ഷ കൊടുത്തു വിടൂ എന്നുള്ള രീതിയിൽ ഒരു അപമാനകരമായ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ നീ എന്നെപ്പറ്റി, അതായത് ഒരു രാജാവിനെ ബഹുമാനിക്കാനായിട്ട് അറിയില്ല, പണ്ടെങ്ങോ നടന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ ഫലം പറ്റാനായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ കൊടുത്ത്, എന്തെങ്കിലും ഭിക്ഷ കൊടുത്ത് പറഞ്ഞു വിടൂ. ഇങ്ങനെ ഭിക്ഷാടകരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ വളരെ അപമാനകരമായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നു. അപ്പൊ ദ്രോണർ അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യുവാണ്, നിന്നെ ഈ രാജപദവിയിൽ നിന്ന് ഇറക്കിയിട്ട് അതിന് പാകത്തിലുള്ള ശിഷ്യന്മാരുമായിട്ട് ആയിരിക്കും നമ്മൾ ഇനി കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ദ്രോണർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദ്രോണർ കൗരവരും അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഈ കൗരവരെയും പാണ്ഡവരെയും വിദ്യ അഭ്യസിക്കാനായിട്ട് ഒരു ഗുരുനാഥനെ അന്വേഷിക്കുമ്പോൾ ദ്രോണർ അവിടെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഇവരെ എല്ലാവരും കൂടെ കൂടി ഈ ദ്രുപദര്, അതുപോലെ ആ സമയത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ദ്രുപദരെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരേ ഒരു ഇതിലാണ് ഈ പറഞ്ഞ ഇവരെല്ലാം വിദ്യ അഭ്യസിപ്പിച്ചത്. അതിൽ അർജുനന് പഞ്ചപാണ്ഡവരൊക്കെ വളരെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അർജുനനായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ദ്രുപദരുടെ അടുക്കൽ ഈ ദ്രോണര് എത്തുകയാണ്. അപ്പൊ അങ്ങനെ ദുര്യോധനെയൊക്കെ അവിടെ പിടിച്ചു കിട്ടുന്നു. ആര്? ദ്രുപദർക്ക് കുറെ മായാശക്തി ഉണ്ട്. അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മായാശക്തികൾ. അപ്പൊ ഈ പറയുന്ന 101 പേരെയും 100 പേരെയും കൗരവരെ പിടിച്ചു കിട്ടുന്നു. അങ്ങനെ പാണ്ഡവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ലായിരുന്നു ഈ പറയുന്ന കൗരവര്. അങ്ങനെ പാണ്ഡവർ ഈ ഒരു സമയത്ത് അവരുടെ ഈ പറയുന്ന പത്മവ്യൂഹം ഉണ്ടായിരുന്നു, പത്മവ്യൂഹം. ഈ പത്മവ്യൂഹം ദ്രുപദർക്ക് നന്നായിട്ട് അറിയാം. ഈ പത്മവ്യൂഹം ഭേദിക്കാനായിട്ട് അർജുനൻ അറിയാം നന്നായിട്ട്. അങ്ങനെ അർജുനനും ഈ പഞ്ചപാണ്ഡവര് പത്മവ്യൂഹം ഭേദിച്ച് ഈ പറയുന്ന അന്ന് അവരുടെ സേനാനായകയായിട്ടുണ്ടായിരുന്ന ശിഖണ്ഡിയായിരുന്നു ആണുങ്ങളുടെ വേഷം കെട്ടിയിട്ട് ഈ പറയുന്ന ഈ പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടൊക്കെ വന്നത്. അങ്ങനെ ഈ പറയുന്ന പഞ്ചപാണ്ഡവർ ഈ ചക്രവ്യൂഹം ഭേദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഈ പറയുന്ന ദ്രുപദരെ പിടിക്കുന്ന ആ ഒരു കീഴടക്കാവുന്ന ആ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ദ്രുപദരെ 4 എക്സ്പാൻഡ് ചെയ്തു. 4 രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാണ് ശരിക്കുള്ള മായ ആയിട്ടുള്ള ദ്രുപദർ ഏതാണെന്നും ശരിക്കും ഒറിജിനൽ ഏതാണെന്നും മനസ്സിലാകാതെ വന്നു അർജുനന്. അപ്പം ഭഗവാൻ ഇടയ്ക്ക് ഒരു മോതിരം ഇട്ട് കൊടുത്തിരുന്നു, ഒരു 4 മുത്തുകളുള്ള മോതിരം. അപ്പൊ ആ ഒരു മോതിരത്തിൽ ആ സമയത്ത് അർജുനന് ഒരു ഓർമ്മ ഭഗവാൻ തോന്നിച്ചു കൊടുക്കുക, അതിൽ പിടിക്കുക, അതിൽ ഏതാണ് നിഴൽ, ഏതാണ് ശരിയായിട്ടുള്ള രൂപം ഏതാണെന്ന് ഈ പറയുന്ന അർജുനന് അവിടെ വെച്ചിട്ട് ഒരു ബോധ്യം ഉണ്ടാകുകയും ശരിയായിട്ടുള്ള ദ്രുപദനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ആനയുടെ പുറത്ത് 4 ആനകളുടെ പുറത്തായിട്ട് ചുറ്റും നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ദ്രുപദനെ കീഴ്പ്പെടുത്തി. അപ്പം ദ്രുപദനെ ദ്രോണാചാര്യരുടെ അടുക്കൽ ഗുരുദക്ഷിണയായിട്ട് കൊണ്ടുവച്ചു. ഗുരുദക്ഷിണയായിട്ട് ദ്രോണാചാര്യർ ചോദിച്ചത് ദ്രുപദനെ പിടിച്ചു കെട്ടാനായിട്ടാണ്. അങ്ങനെ ദ്രുപദനെ വെച്ചു കൊടുത്തു. അങ്ങനെ ദ്രുപദന്റെ അർദ്ധരാജ്യം, അതായത് ശരിക്കും കൊന്നു കളയേണ്ടാണ്, നീ എൻ്റെ സുഹൃത്തും ബാല്യകാല സുഹൃത്തായതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല, അതുകൊണ്ട് എന്താണ് അർദ്ധരാജ്യം ഏറ്റെടുത്ത് അവിടെ അശ്വത്ഥാമാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നിട്ട് ഈ ദ്രുപദര് അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, ഭയങ്കര വലിയ, അതായത് ഈ ശിഖണ്ഡി ആയിട്ടുള്ള ഒരു പുത്രിയല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് ഒരു അവസ്ഥ വന്നേ, അതുകൊണ്ട് എനിക്ക് ഈ ദ്രുപദരെ പരാജയപ്പെടുത്താനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ഇതില് ഇത് ചെയ്തു. എന്നാ പറയുന്നത്, യാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ദേവന്മാര് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്ക് പുത്രി ഉണ്ടാകാനായിട്ടുള്ള യോഗമാണുള്ളത്, അപ്പൊ എനിക്ക് പുത്രിയെ വേണ്ട എന്ന് പറഞ്ഞ് ദ്രുപദർ തിരിച്ചു പോകുന്നു. അങ്ങനെ അവസാനം ദ്രുപദൻ വാശി പിടിച്ച് ഒരു പുത്രനെ അവർ കൊടുത്തു. ദേവന്മാര് ദാനമായിട്ട് യജ്ഞകുണ്ടത്തിൽ നിന്ന് ഒരു പുത്രൻ പുറത്തു വന്നു. ആ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ ആ ദൃഷ്ടദ്യുമ്നൻ പുറത്തു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും വിധി വണ്ണ ഒരു പുത്രി ഉണ്ടാകാനായിട്ടുള്ള യോഗമാണല്ലോ, ആ പുത്രിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ഈ പറയുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ആ പുത്രി പുറത്തു വന്നു. അതാണ് ദ്രൗപദി. അപ്പൊ ഈ ദ്രൗപദി ഈ പറയുന്ന ഇതിഹാസത്തെ തന്നെ മാറ്റി മറിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വരദാനമായിട്ടാണ് ദ്രൗപദിയെ വിടുന്നത്. അപ്പം പക്ഷെ ദ്രുപദർ ആ സമയത്ത് ഈ ഒരു പുത്രിയെ കിട്ടിയത് കൊണ്ട് ഒരുപാട് ശാപം അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. നീ ജീവിതാവസാനം വരെ ദുഃഖം അനുഭവിക്കും, നീ കാരണം എന്താ പറഞ്ഞു ഒരു കുലം തന്നെ മുടിയും എന്നൊക്കെ പറഞ്ഞ് ദ്രുപദരെ സ്വന്തം
മകളായിട്ട് ദേവന്മാര് ദാനം കൊടുത്തു. ഈ പുത്രിയെ ഒരുപാട് ശാപമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന ദ്രോണരുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടുന്നു. അങ്ങനെ അവിടെ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ചെല്ലുന്നു. അങ്ങനെയാണ് ദ്രൗപദി ആദ്യമായിട്ട് കാണുന്നതും അങ്ങനെ ദ്രൗപദിയുടെ കൂട്ടുകാരനായി മാറുന്നതും. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇതുപോലെ ദ്രോണരെ ആയിട്ടുള്ള ഒരു ഒരു ഒത്തുതീർപ്പിലെത്തുകയാണ്. ഒത്തുതീർപ്പിലെത്തി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കൊടുക്കുന്ന ഇതാണ് പുത്രനെ ദ്രോണരുടെ അടുക്ക വെച്ചിട്ട് വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയക്കാണ്ട് പറയും പുത്രനെ. ആരാണ്? ദൃഷ്ടദ്യുമ്നനെ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടദ്യുമ്നൻ ഈ പറയുന്ന ദൃഷ്ടദ്യുമ്നന്റെ ജീവിതോപദേശം എന്താണ്? ദ്രോണരെ വധിക്കുക. ദ്രോണരെ വധിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് യാഗം ചെയ്തിട്ട് ഈ പുത്രനെ സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? അപ്പം ഈ എന്നെ തന്നെ വധിക്കാനായിട്ടുള്ള വിദ്യ പഠിക്കാനായിട്ടാണ് ഈ ശിഷ്യൻ വന്നിരിക്കുന്നതെന്ന് ദ്രോണർക്കറിയാം. എന്നിട്ട് കൂടി ശിഷ്യനായിട്ട് സ്വീകരിച്ചു ദൃഷ്ടദ്യുമ്നനെ. അപ്പൊ ദുര്യോധനൻ പറയുന്ന കുത്തുവാക്ക് മനസ്സിലായോ? അങ്ങ് പഠിപ്പിച്ചു വിട്ടിരുന്ന ആള് ഇപ്പൊ അവിടുത്തെ എന്താണ്? സൈന്യാധിപനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാർ അവിടെ വേറെ നിൽപ്പുണ്ട്. ആരാണ്? പാണ്ഡവരല്ലേ? അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും പാടില്ല എന്നുള്ള ഒരു ധ്വനിയാണ് ഇവിടെ ഈ ദുര്യോധനൻ അവിടെ ചെന്നൊന്നൊരു കൊളുത്തുവാണ്. ഗുരുവിന് അങ്ങോട്ടേക്ക് ഒരു മനസ്സിനൊരു വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ക്രൂക്കഡ് മൈൻഡായിട്ട് ഗുരുവിന് അങ്ങോട്ട് പോകാതിരിക്കാൻ പറയാണ്. അങ്ങ് പഠിപ്പിച്ച ആള് അങ്ങയുടെ എതിരായിട്ട് അതാരാ? ദൃഷ്ടദ്യുമ്നനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ പടനായകനായിട്ട് വന്നിരിക്കുന്നു. അങ്ങ് ഈ വിദ്യ പറഞ്ഞു കൊടുത്തുകൊണ്ട് അപ്പൊ അങ്ങ് ചെയ്തത് ഭയങ്കര തെറ്റാണ്. അങ്ങ് ഞങ്ങളുടെ സൈഡിലാണല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങേ വധിക്കാനായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിന് അവരോടുള്ള വിരോധം കൂടുകയും ചെയ്യണം. അതുപോലെയുള്ള ശിഷ്യന്മാർ വേറെ ഉണ്ട്. അവരെ വേണ്ട രീതിയിൽ കണ്ടോണം. അവർ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. അല്ലാതെ ശിഷ്യവാത്സല്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ഒരു ധ്വനിയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ. നിർത്താൻ ഞാൻ സമയം നീണ്ടുപോവാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നീണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ഒരുപാട് പണികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പോയാൽ അങ്ങ് 2-3 മണിക്കൂർ അങ്ങ് ഇരുന്ന് പോകും. ഞാൻ അറിയില്ല, സമയം പോകുന്ന അറിയില്ല. നിങ്ങൾക്കെല്ലാം നാട്ടിൽ ഉറങ്ങാനുള്ള സമയം. എനിക്കിവിടെ 5:15 ആയതേ ഉള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും റിയലൈസേഷൻ പറയാം. എന്താണ് ഇന്ന് നമ്മൾ എടുത്തതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് ഓരോരുത്തർക്കായിട്ട് പറയാം. പിന്നെ വേറെ ക്ലാസ് ഉള്ളവരൊക്കെ ഇപ്പൊ തന്നെ ദയവായി ലീവ് ചെയ്താലും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇനി വെറുതെ ഇരിക്കുന്ന സമയങ്ങളാണ്. ക്ലാസ് ഉള്ളവരും തിരക്കുള്ളവരും വീട്ടിൽ പണിയുള്ളവരും ലീവ് ചെയ്യാം. ആർക്കും സംശയമൊന്നും ഇല്ലാന്നെങ്കിൽ ഓരോരുത്തർ റിയലൈസേഷൻ പറയാം. രതിദേവി മാതാജി ഇന്ന് പറഞ്ഞതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രൈക്ക് ആയ മാതാജിക്ക് എന്തെങ്കിലും 2 പോയിന്റ് പറയുക. 2 പോയിന്റ് മതി. എല്ലാവർക്കും അവസരം കൊടുക്കണം. മാതാജി റെഡി അല്ലെങ്കിൽ സൗദ മാതാജി മൈക്ക് ഓൺ ആക്കൂ. എനിക്ക് ആ മൈക്കിന്റെ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ മൊബൈലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മൈക്കിന്റെ പടം വരും. റെഡ് ചുമല കളറിൽ ഇങ്ങനെ കാണും. അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. ഓൺ ആയിക്കോളും. അല്ലെങ്കിൽ ഷിബി മാതാജി. കൃഷ്ണ പ്രഭുജി. കൃഷ്ണ മാതാജി. പറയാനായിട്ട് ഇല്ല. ഞാൻ വിചാരിക്കുക ധൃതരാഷ്ട്രക്ക് അറിയാം എന്തായാലും നമ്മള് സ്വയം തന്നെ അറിയാം മക്കളും അധർമ്മത്തിന്റെ വഴിയിലാണ്. അതുകൊണ്ട് നമുക്ക് പണിഷ്മെന്റ് എന്തായാലും കിട്ടുന്നത് ധൃതരാഷ്ട്രക്ക് അറിയാം. എന്നാലും ഒരു ചാൻസിന് വേണ്ടി നിൽക്കുന്നവർ തോന്നുന്നു. അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കും ഒരു റിയലൈസേഷൻ വേണം. എന്തായാലും ഇതിന് കിട്ടും. അധർമ്മമാണ് ഈ യുദ്ധം ചെയ്യുന്ന മുഴുവൻ അധർമ്മമാണ്. പിന്നെ കുരുക്ഷേത്രത്തിലല്ലേ, ധർമ്മക്ഷേത്രം ആയതുകൊണ്ട് മോക്ഷം കിട്ടുമായിരിക്കും എന്നുള്ള ആ ഒരു ധാരണയും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഇനി അടുത്ത മാധവി രാധ മാതാജി എന്താണെന്ന് മനസ്സിലാക്കിയത്? മാതാജി എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. അവസാനം ആരെ വിചാരിക്കണം ഞാൻ പറഞ്ഞത്? ശരീരം വിട്ടു പോകുമ്പോ ആരെ വിചാരിക്കണം എന്നാ പറഞ്ഞത്? ഭഗവാന്. അതിനെങ്ങനെ സാധിക്കും?
എങ്ങനെ സാധിക്കും? മാതാജി ഭഗവാൻ നല്ല പവർഫുൾ ആണ്, മാതാജിക്ക് അത്ര കഴിവുള്ള ആളാണെന്ന് മാതാജി വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുവോ? ഞാനൊരു വലിയ പുള്ളിയാണെന്ന് വിചാരിച്ചാൽ ശരീരം വിടുന്ന അയ്യോ സമയത്ത് ഇല്ല, ഭഗവാനെ നടക്കില്ല. ഓർക്കുവോ? ഇല്ല. എപ്പോഴും ഭഗവാനേ ഉള്ളൂ. നമ്മള് ഭഗവാൻ പിന്നെ മാത്രമേ ഉള്ളൂ മനസ്സ് നമുക്കുള്ളൂ. മുഴുക്ക ഭഗവാന് തന്നെയാണ് പ്രഭുജി. അന്ത്യകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം. അല്ലെ, അന്ത്യകാലത്ത് എന്റെ നാമം ആര് വിചാരിക്കുന്നു, എന്നെ പറ്റി ആര് വിചാരിക്കുന്നു, അവർ എന്റെ ലോകത്തിൽ വന്ന് ജീവിക്കും. ഇത്രേ ഉറപ്പ് മതിയില്ലേ നമുക്ക്? അടുത്തത് ജ്ഞാനാംബിക മാതാജി എന്ത് മനസ്സിലാക്കി? ഞാൻ കഥയിലെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ബാക്കിയുള്ള കഥയില് എന്തായാലും നമ്മള് അനുഭവിക്കാനുള്ളത് അനുഭവിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലം നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നുള്ളത് മനസ്സിലായി. അതെ, അനുഭവിക്കും. അതിന് ഓരോ കാരണമുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാമായണം വായിച്ചപ്പോൾ ഇത് എല്ലാവരോടും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതായത് വാൽമീകി അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം പറയുന്ന ആ അല്ല, സമയത്ത് പിന്നീടല്ലേ വാൽമീകി ആയുള്ളൂ. രത്നാകരനോട് മക്കൾ പറഞ്ഞതാണ്. അല്ലേ അല്ലേ പ്രഭുജി? അതങ്ങനെയാണ്, രത്നാകരനോട് മക്കൾ പറയുന്നതാണ്. രത്നാകരനോട് മക്കൾ പറയുന്നതാണ്. വാൽമീകി ആയിരുന്നില്ല, രത്നാകരനായിരുന്ന വാൽമീകി സമയത്ത്. പിന്നീടേ ആകുന്നുള്ളൂ. അതിന് കഴിയുന്നിടത്തോളം നമ്മള് എല്ലാ സമയവും വേറൊന്നും ചിന്തിക്കാതെ ഭഗവാനെ മാത്രം ചിന്തിച്ച് ധർമ്മമായിട്ട് ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ കുറച്ചൊത്തിരി വ്യത്യാസങ്ങൾ വരും. നമ്മൾ അറിവില്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പം ചിന്തിച്ചത് തെറ്റായിരിക്കും, ചിലപ്പോൾ പ്രവർത്തിച്ചത് തെറ്റ് കാണും, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റ് കാണും. അതൊക്കെ ഇപ്പം ഈ നമ്മൾ ഇതിനകത്ത് കൃഷ്ണാവബോധത്തിലോട്ട് വന്നപ്പം അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പശ്ചാത്തപിക്കുന്നു. അപ്പൊ ഇനിയുള്ള സമയം നമ്മൾ ഒട്ടും കളയാതെ അതിന്റെ കാര്യത്തിലോട്ട് ഇനി വൈകിട്ടില്ല എന്നുള്ള ആ ഒരൊറ്റ ഒരു ഇതില് ഇനി നമ്മള് വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ ഭഗവാന്റെ ആ ഒരു പാതയിൽ ആരുടെയോ കൃപ കൊണ്ട് പ്രഭുജി നമ്മളൊക്കെ വായിച്ചിടണോ രാമായണം? മഹാരാജ് രാമായണത്തിൽ കയറാത്തത്? അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല പ്രഭു, സത്യം പറയാൻ കണ്ടില്ല. എല്ലാ ദിവസവും ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. രാത്രിയിൽ 9:15 മുതൽ 10:15 വരെ. എനിക്ക് ക്ലാസ് ഉണ്ട് പ്രഭു, അതുകൊണ്ടാ കേറാനൊക്കാത്ത. ഞാൻ കണ്ടതാ ലിങ്ക്. അതെ അല്ലെ, നമ്മള് രാത്രിയിൽ വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോ നിങ്ങൾക്ക് അവിടെ രാത്രിയാവും, അതുകൊണ്ടാണ് ഞാൻ മാതാജിയുടെ ക്ലാസ് ഉണ്ട്, 10 മണി വരെ ഉണ്ട്. അതെ അതെ, ഇന്നലെ ഉണ്ടായിരുന്നു മാനസി മാതാജിയുടെ ക്ലാസ്. അല്ല കുഴപ്പമില്ല, സമയവും സാഹചര്യം ഉള്ളവർ കയറിയാൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ലക്ഷ്മണോപദേശമായിരുന്നു ആദ്യം. ലക്ഷ്മണോപദേശത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഭഗവത്ഗീതയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുഹന് കൊടുത്ത ഉപദേശം ഉണ്ടായിരുന്നു, നാരദ സംവാദം ഉണ്ടായിരുന്നു, അങ്ങനെ അഹല്യ സ്തുതിയായിരുന്നു ആദ്യം എടുത്തിരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമയമുള്ളവർക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. എല്ലാവർക്കും വായിക്കാനായിട്ട് ശകല സമയം കിട്ടത്തുള്ളൂ. അത് അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്, പ്രധാനമായിട്ട് ഓരോരുത്തരും മനസ്സിലായ കാര്യങ്ങളൊക്കെ. അതിന്റെ തത്വങ്ങൾ സംസാരിച്ചാൽ മതി, കേട്ടാൽ മതിയല്ലോ. തത്വങ്ങൾ കേട്ടാൽ പോരെ. അതെ അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് പഠിച്ചതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ ഇതായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മള് ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലായത് എന്താണ്? ഒന്ന്, നമ്മുടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പുത്രനോടുള്ള അമിതമായ ആസക്തി, വാത്സല്യം. രണ്ടാമത്തെ ശ്ലോകത്തില് ഈ പറയുന്ന ദുര്യോധനൻ എന്താണ്? ദുര്യോധനൻ മറ്റുള്ള സൈന്യത്തെ കണ്ട് ഭയന്നു. ശരിക്കും അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായി അല്ലേ? ഭയമുണ്ടായി. കാര്യം മറ്റുള്ള അവരുടെ സൈന്യം ചെറുതാണെങ്കിൽ കൂടെ ഇദ്ദേഹത്തിന് ഭയമുണ്ടായി. ശരിക്കും ധീരനായ ഒരു യോദ്ധാവിന് ഭയം ഉണ്ടാകേണ്ട ആവശ്യമില്ല അല്ലെ ഒന്നിനെ. അപ്പം ഇദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ അധർമ്മമാണ്, ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന
ആ ഒരു പ്രവൃത്തിയാണ്. ഇദ്ദേഹത്തിന് ഭയം ഉണ്ടായപ്പോൾ എന്താണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മഹാരഥന്മാരൊക്കെ ഉണ്ട് കൂടെ, എന്നിട്ടും ഭയമാണ്. അതായത് ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കർണനുണ്ട്, ഇവരെല്ലാം ഉണ്ടായിട്ടും ഭയമാണ്. എന്നിട്ട് ദ്രോണരുടെ അടുക്കൽ മറ്റുള്ള ഭാഗത്തേക്ക് ചായ്വ് ഉണ്ടാകാതിരിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ്, രണ്ടാമത്തെ കാര്യം അല്ലേ. എന്നിട്ട് പറയാണ്, അങ്ങേ പഠിപ്പിച്ചു, അങ്ങേ വധിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച ആ ഒരു പുത്രൻ ദൃഷ്ടദ്യുമ്നാണ് അവിടുത്തെ സേനാധിപതി. അപ്പൊ അതൊക്കെ കണ്ടും കേട്ടും ഒക്കെ എല്ലാം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ യുദ്ധം ചെയ്യാൻ. ആ ഒരു സൂചന അദ്ദേഹത്തിന് കൊടുക്കുവാണ്. അതേപോലെ ശിഷ്യവാത്സല്യം ഉണ്ടാകാൻ പാടില്ല. അർജുനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, അങ്ങനത്തെ ഒരു വാത്സല്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സൂചനകൾ കൊടുത്തു അല്ലേ. അതൊരു കുടില ചിന്താഗതി. അതെ. പിന്നെ നമ്മള് 2-3 കഥകളൊക്കെയാണ് പറഞ്ഞത്. നമ്മള് എന്താണ് പറയുന്നത്, നമ്മള് ഗരുഡ പുരാണം വെച്ചിട്ട് നമ്മള് പിതൃലോകത്തിൽ എത്തപ്പെടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അത് ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. മഹാരാജാവിന്റെ മക്കളെ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോ പേടിയാവുന്നു പ്രഭു. നമ്മള് പേടിക്കാനൊന്നുമില്ല. നമ്മള് വലിയ പുള്ളിയാണ് പിടിച്ചിരിക്കുന്നത്, വലിയ VVIP ആണ്. നമ്മൾ സാധാരണ ലെവലിലല്ല പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണാവോത്തിൽ അറിവില്ലാതെ ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലയോ, അത് അനുഭവിക്കാതെ പറ്റുമോ? നമുക്കൊക്കെ പിടി ഇവിടെ അങ്ങും അല്ല, നമുക്കങ്ങ് തിരുവനന്തപുരത്താ പിടി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ നാട്ടിലുള്ളവരൊക്കെ. അതുപോലെ നമുക്കങ്ങ് നമ്മുടെ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വ്യസനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ വിളച്ചിൽ കാണിക്കരുത്. ഞാൻ ഇന്ന് രാവിലത്തെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, കൃഷ്ണാഭോഗത്തിലേക്കൊക്കെ വന്ന് കഴിഞ്ഞ് നമുക്ക് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ചിലർ പിന്നെ ഭഗവാനെ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ കൃഷ്ണാഭോഗത്തിൽ നിന്ന് വിട്ടു പോകുന്നു, സത്സംഗത്തിലും വരുന്നില്ല, മായ കയറി പിടിച്ച് അവരങ്ങ് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമുക്ക് വരുന്ന പണി ഭയങ്കര എട്ടിന്റെ പണിയായിരിക്കും. അപ്പൊ നമ്മള് ഏതൊരു സാഹചര്യത്തിൽ, ഏത് പ്രതിസന്ധി, ഏതൊരു സാഹചര്യത്തിലും എനിക്ക് എൻ്റെ ഭക്തിയിൽ ഒരു വ്യതിചലനം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും ഭഗവാനിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള യമലോകമോ അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമേ ഇല്ല. കാര്യം നമ്മൾ ഹരിനാമല്ലേ, സദാഹരിയായിട്ടിരിക്കുന്നത്. എപ്പോഴും ഭഗവാന്റെ രൂപം, നാമം, ഗുണം, ലീല രണ്ടുപേര് തമ്മിൽ പറയുമ്പം ജ്ഞാനാമയ മാതാജി, എടി നീ വീട്ടിൽ എന്താ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അതല്ല നിന്റെ അവരിവര് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഗ്രാമകഥ പറയാതെ ചോദിക്കുമ്പോൾ ആ പ്രഭു ക്ലാസ് എടുത്ത ഭാഗവതത്തിൽ ഇന്ന് പറഞ്ഞ ആരെ പറ്റിയാണെന്നറിയാമോ, ഇന്ന് ഈ കഥയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഫോൺ വിളിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും നാട്ടിൻപുറത്തുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഭഗവാനെ പറ്റി പറയാനും ഭഗവാന്റെ ലീലകൾ പറയാനും, ഇന്ന് ഭഗവാനെ അവിടെ ഒരുക്കിയിരിക്കുന്ന മേക്കപ്പ് എത്ര നല്ല രസമായിരുന്നു, എത്ര നന്നായിട്ടാണ് ഭഗവാനെ അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്, നല്ലതായിട്ട് കണ്ണെഴുതിയിരിക്കുന്നു. അവർ ഗുരുവായൂരെ ഒരു തിരുമേനി പറയുന്ന ആ ഒരു ഇത് കേൾക്കത്തില്ല എല്ലാവരും വോയിസ്, അദ്ദേഹം അന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും ആ ഒരു വർണ്ണന നടത്തൂ. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരുടെ ഇതൊന്നും പറയാതെ, ഗ്രാമകഥ പറയാതെ നമ്മൾ ഭഗവാന്റെ കാര്യം, ഭഗവത്ഗീതയെ പറ്റി പറയുന്ന കാര്യങ്ങള്, ഭഗവാനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. അപ്പൊ ഏത് സമയത്തും ഭഗവാനെ പറ്റിയുള്ള ആ ഒരു വിചാരം, നമ്മൾ ഭക്ഷണം വെക്കുന്ന ഭഗവാന് വേണ്ടിയിട്ട്, അത് കഴിക്കുന്നത് ഭഗവാനെ നിവേദിച്ചിട്ട് ആ ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിക്കുന്നു. ഇതെല്ലാം കഴിക്കുമ്പോൾ സദാ നമ്മൾ ഹരിയുടെ പ്രസാദം കഴിക്കുന്നതും ഹരിയായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഹരിയുടെ നാമം നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, രൂപം എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. ഏത് പണി ചെയ്തുകൊണ്ടിരിക്കും, കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ യശോദമായി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പാട്ട് പാടുന്ന ഭഗവാന്റെ പാട്ടുകളാണല്ലോ പാടുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ സദാഹരിയായിട്ടിരിക്കാൻ ഗോപികമാർ ഏത് സമയത്തും ഭഗവാനെ പറ്റി സദാ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് യമലോകത്തിലോ നമ്മൾ ചെയ്തിട്ടുള്ള ഈ പറയുന്ന കർമ്മങ്ങളെയൊക്കെ ഭഗവാൻ നിഷ്പ്രയാസം എടുത്ത് കളയും. ഈ പറയുന്ന യമലോകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് നവദ്വാരങ്ങളിൽ എവിടെ കൂടെ നമ്മുടെ ജീവൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ വന്നിട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമേ ഇല്ല കൃഷ്ണാവോത്തിലുള്ള ആൾക്കാർക്ക്. കാര്യം നമ്മൾ സാധാരണ ഒരു വ്യക്തിയല്ല ആശ്രയിച്ചിരിക്കുന്നത്, ഈ പറയുന്ന യമരാജന്റെ വരെ എന്താണ് ബോസിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി, നേരിട്ട് അല്ലേ. അപ്പൊ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിന് നമ്മളൊരു ഗുരുവിന്റെ സപ്പോർട്ട് വേണം. ഗുരുവിന്റെ
ആ ഒരു ഗുരുവിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാം. ഇടയ്ക്ക് വേറൊരു സ്ഥലങ്ങളിലും ഈവൻ ചന്ദ്രലോകത്തൂടെ പോകേണ്ട ആവശ്യം വരത്തില്ല, അല്ലെ ധ്രുവലോകത്തോ ബ്രഹ്മലോകത്തോ ഒന്നും പോയി ജീവിക്കേണ്ട ആവശ്യം വരത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിലൊക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിൽ ഭഗവാന്റെ ലോകത്ത് പോകുന്നതിന് പകരം ഉപരിലോകങ്ങളിൽ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് ഭഗവാനെ ഉപാസിച്ചിട്ട് ഉയർന്ന ലോകങ്ങളിലേക്ക് തിരിച്ചെത്താൻ പറ്റും പക്ഷെ നമ്മള് ഒരു ആചാര്യനെ സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ആചാര്യന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇത്രയൊക്കെ പ്രായമായി ഇനിയപ്പം അതുകൊണ്ട് ഇതുവരെ സ്വീകരിക്കാത്ത ആൾക്കാരൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. ഇനി നമ്മൾ കുറച്ചൊക്കെ നമ്മളെ ജീവിത രീതി ഒന്ന് മാറ്റേണ്ടി വരും. അതിനുള്ള ആ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം, എന്നിട്ട് നമ്മളത് ഭഗവാനെ നിവേദിച്ചിട്ട് നമുക്ക് കഴിക്കുക എന്നുള്ള ആ ഒരു രീതി ആക്കിയെടുക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാവരും പഠിക്കണം വീട്ടിലിരുന്ന്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വൈഷ്ണവ സേവ, നമ്മൾ സത്സംഗം, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ധാമത്തിലൊക്കെ പോവുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഈ മാംസാദികാരികൾ ഉപേക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി അതെല്ലാം ഉപേക്ഷിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. പിന്നെ എന്താണ്, നമുക്ക് രാവിലെ എണീക്കണം, 4 മണിയാകുമ്പോൾ എണീറ്റിട്ട് കുളിച്ചിട്ട് 16 റൗണ്ട് ജപിക്കുക. ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ? കുറെ യാതനകളൊക്കെ സഹിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേറൊരു ലോകത്തിൽ പോയോ അല്ലെങ്കിൽ ഇനി അധമ ലോകങ്ങളിലേക്ക് പോകാനോ ഒന്നും ഇടയാകില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ ശരീരം മാത്രം മാറുവന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആള് എത്ര ഒരു കൃമിയുടെ ശരീരത്തിൽ ഇരുന്നു കഴിഞ്ഞാലും പട്ടിയുടെ ശരീരത്തിൽ ഇരുന്നത് ഈ ഉള്ളിലിരിക്കുന്ന ആള് സെയിമാ. ഈ ഉടുപ്പ് മാത്രം മാറുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലേ? ബാക്കിയൊക്കെ അകത്തിരിക്കുന്നത് സെയിം ആണ്, ആരുടെ ശരീരത്തിൽ ഇരുന്നാലും. അപ്പം നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ഡൈമേക്കേഴ്സ് ആണ്. നമ്മളൊരു ആചാര്യന്റെ സപ്പോർട്ടിന് ആചാര്യൻ നമ്മളെ കൈപിടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ആ ഒരു ഗുരുപരമ്പരയിൽപ്പെട്ട ഒരു ആചാര്യനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഈ പേടിയിടലിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടുള്ള ഏക മാർഗം. മാതാജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, എനിക്കറിയാം മാതാജി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ അതിജീവിക്കണം. ഞാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് പെടുന്ന ഒരാളാണ്. എനിക്കും സ്വീകരിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഭഗവാൻ അതിനൊരു മാർഗം കാണിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആദ്യം ഇസ്കോണിൽ പോയിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത്. അതെയല്ലേ? അവിടെ പോയിട്ട് പൂജയൊക്കെ കണ്ട് തൊഴുതു പോന്നു. അവിടെ പ്രഭുവൊക്കെ പിറ്റേ ദിവസം പോവുക അയോധ്യക്ക്. പിന്നെ ആ സത്യമേധ പ്രഭുവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മധുമങ്കൽ ദാസ്, അങ്ങനെയൊക്കെ കുറച്ചുപേരെ ഉള്ളായിരുന്നു. ജഗസാക്ഷി പ്രഭു ഇല്ലായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു കണ്ടു. ഓക്കെ, അപ്പം നമുക്കിന്ന് ക്ലാസ് അവസാനിപ്പിച്ചതും കൃത്യം ഇവിടുത്തെ സമയം 5:30 അപ്പം 4-ന് തുടങ്ങിയാണ്, 5:30. അപ്പം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനൊന്നിഭ്യോ വൈഷ്ണവ നമഃ. അനന്തകോടി വൈഷ്ണവന്ത കീ ജായ്, അനന്തകോടി ആചാര്യവന്ത കീ ജായ്.